ഹലോ ഡിയേഴ്സ്, ക്ലാസ് ഫോർ മാത്സ് യൂണിറ്റ് 9 ഈക്വൽ ഗ്രൂപ്പ് തുല്യമായ കൂട്ടം ലെസൺ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി ഈക്വലൈസ് തുല്യമാക്കാം. സീ ദ ബാർസ് ഓഫ് സോപ്പ് മെയ്ഡ് ബൈ ദ ഹരിതം വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് ഓഫ് പട്ടുമല LP സ്കൂൾ. പട്ടുമല LP സ്കൂളിലെ ഹരിതം പ്രവൃത്തി പരിചയ ക്ലബിലെ കുട്ടികൾ ഉണ്ടാക്കിയ സോപ്പ് കട്ടകൾ നോക്കൂ. ഹൗ മെനി ബാർസ് ആർ ദർ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ എത്ര സോപ്പ് കട്ടകളാണുള്ളത്? അപ്പം നമ്മളിങ്ങനെ 1 2 3 ഇങ്ങനെ കൗണ്ട് ചെയ്യേണ്ടി വരും അല്ലേ, എണ്ണേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ എത്ര നമ്പർ ഓഫ് റോസ്, എത്ര വരികളാണുള്ളത്, പിന്നെ നമ്പർ ഓഫ് കോളംസ്, എത്ര നിരകളാണുള്ളത് നോക്കിയാൽ മതി. ഇതിൽ എത്രയാണുള്ളത്? 6 നമ്പർ ഓഫ് റോസ് ആൻഡ് 6 നമ്പർ ഓഫ് കോളംസ് ആണുള്ളത്. അപ്പം ടോട്ടൽ നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 6 × 6 ഈ വരികളെ നിരകളെ കൊണ്ട്, അതായത് റോസ് ഇൻറ്റു കോളംസ് കണ്ടാൽ മതി അല്ലേ. അപ്പോൾ 6 × 6 എത്രയാണ്? 36 നമ്പേഴ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ എത്രയാണുള്ളത്? 36 നമ്പേഴ്സ് ആണ് ഉള്ളത്. Can we split them into 2 boxes containing the same number of bars? നിങ്ങൾക്ക് ഇതിന്, അതായത് ഈ 36 എണ്ണത്തിന് ഒരേ എണ്ണമുള്ള 2 ബോക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് അല്ലേ, പകുതിയാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം ഒരു ബോക്സിൽ എത്രയാണുള്ളത്? ഇവിടെ 3 റോസ്, 3 വരികളും 6 കോളംസ്. അപ്പോൾ 3 × 6 എത്ര എണ്ണമാണുള്ളത്? 80 നമ്പേഴ്സ് ആണുള്ളത്. ഇതിലും 80 നമ്പേഴ്സ് ആണുള്ളത്. ഹൗ മെനി ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഒരു ബോക്സിൽ എത്രയാണുള്ളത്? 80 നമ്പേഴ്സ്. അപ്പോൾ നമ്മൾക്ക് ഇതിനെങ്ങനെ എഴുതാം? 2 × 18 ആണ് എന്ത്? 36 അല്ലേ. 2 × 18 എത്രയായിരിക്കും? 36 ആയിരിക്കും അല്ലേ. നെക്സ്റ്റ്, ഹൗ അബൌട്ട് സ്പ്ലിറ്റിംഗ് ദ സോപ്പ് ബാർസ് ഇൻറ്റു 3 ബോക്സസ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഇനി ഇങ്ങനെ 3 ഈക്വൽ എണ്ണമുള്ള, ഒരേ എണ്ണമുള്ള 3 ബോക്സ് ആക്കി മാറ്റാൻ സാധിക്കുമോ? ഡ്രോ ഇൻ ദ പിക്ചർ ബിലോ. എങ്ങനെ വരക്കാം? നമ്മൾക്ക് 3 ഗ്രൂപ്പ് ആക്കുമ്പോൾ ഇതുപോലെ ചെയ്യാമല്ലേ, ഇതുപോലെ വരക്കാമല്ലേ. അപ്പോൾ എത്ര ഉണ്ട് ഒരു ബോക്സിൽ? 2 × 6 അല്ലേ. ഇവിടെയും 2 × 6. അപ്പോൾ 2 × 6 എത്രയാണ്? 2 × 6 12 ആണല്ലേ. അപ്പോൾ ഒരു ബോക്സിൽ 12 എണ്ണാണുള്ളത്. അപ്പോൾ 12 + 12 + 12 എത്ര കിട്ടും? 36 കിട്ടും അല്ലേ. അപ്പോൾ ഇത് നമ്മൾക്ക് എന്തെഴുതാം? 3 × 12 ആണ് എന്ത്? 3 × 12 = 36 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നൗ ഹൗ മെനി ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഓരോ ബോക്സിൽ എത്രയാണത്? 12 നമ്പേഴ്സ്. നെക്സ്റ്റ്, ക്യാൻ യു സ്പ്ലിറ്റ് ദ സോപ്പ് ബാർസ് ഇൻറ്റു 4 ബോക്സസ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഇനി തുല്യ എണ്ണമുള്ള 4 ബോക്സ് ആക്കി മാറ്റാൻ സാധിക്കുമോ? എങ്ങനെ ചെയ്യാം? ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എത്രയുണ്ട്? 9 9 9 9. അപ്പോൾ എന്താണ്? 9 × 4 ആണ് എന്ത്? 9 × 4 ആണ് 36. നൗ ഹൗ മെനി ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഓരോ ബോക്സിൽ എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ 9 നമ്പേഴ്സ് അല്ലേ. ക്യാൻ യു സ്പ്ലിറ്റ് ദ സോപ്പ് ബാർസ് ഇൻറ്റു 6 ബോക്സസ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഇനി ഒരേ എണ്ണമുള്ള 6 ബോക്സ് ആക്കി മാറ്റാൻ സാധിക്കുമോ? പറ്റുമല്ലേ. എങ്ങനെ ചെയ്യാം? ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എത്രയുണ്ട്? 6 6 6 ആണല്ലേ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 6 × 6 എന്താണ്? 6 × 6 = 36 എന്ന് പറയാമല്ലേ. നൗ ഹൗ മെനി ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഓരോ ബോക്സിൽ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 6 നമ്പേഴ്സ്. ക്യാൻ യു സ്പ്ലിറ്റ് ദ സോപ്പ് ബാർസ് ഇൻറ്റു 9 ബോക്സസ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഇനി നിങ്ങൾക്ക് 9 ബോക്സ്, ഒരേ എണ്ണമുള്ള 9 ബോക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുമോ? പറ്റുമല്ലേ. ഇതുപോലെ ചെയ്യാമല്ലേ. ഇപ്പോൾ 9 ബോക്സ് ആണല്ലോ. അപ്പോൾ ഒരു ബോക്സിൽ എത്ര എണ്ണം ഉണ്ട്? 4 നമ്പേഴ്സ് ആണ് ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതിനെങ്ങനെ എഴുതാം? 9 × 4 എത്രയാണ്? 9 × 4 = 36 എന്ന് പറയാമല്ലേ. നൗ ഹൗ മെനി ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഓരോ ബോക്സിൽ ഇപ്പോൾ എത്രയുണ്ട്? 4 നമ്പേഴ്സ്. ഓക്കെ, അനദർ വേ ടു കാൽക്കുലേറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ വരക്കുന്നതിന് പകരമായിട്ട് ഇഫ് 36 ബാർസ് ഓഫ് സോപ്പ് ആർ സ്പ്ലിറ്റ് ഇൻറ്റു 2 സെറ്റ്സ് വിത്ത് ദ സെയിം നമ്പർ ഇൻ ഈച്ച്, ഹൗ മെനി വിൽ ബി ദർ ഇൻ ഈച്ച് സെറ്റ്? അതായത് ഈ 36 സോപ്പ് കട്ടകൾ നമ്മളിങ്ങനെ 2 സെറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. 18 18 2 ഗ്രൂപ്പാക്കി മാറ്റി. അപ്പോൾ നമ്മൾക്ക് ഇതിന് ഇൻ മാത്ത് വി റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് കണക്കിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 36 / 2. അതായത് 36 സോപ്പ് കട്ടകളെ നമ്മൾ 18 18 ഈക്വൽ ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ വരച്ച് കാണിച്ചല്ലോ. അതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? 36 / 2 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾക്ക് ഒരു ബോക്സിൽ എത്ര കിട്ടിയത്? 18 ആണ് കിട്ടിയത് അല്ലേ, 18 എണ്ണം. അതായത് 36നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലാണ് എത്ര കിട്ടുക? 18 എണ്ണം കിട്ടുക, 18 നമ്പേഴ്സ്. Next, if 36 bars of soap are split into 3 sets with the same number in each, how many will be there in each set? ഈ 36 സോപ്പ് കട്ടകളെ ഒരേ എണ്ണമുള്ള 3 സെറ്റ് ആക്കിയിട്ട് മാറ്റിയപ്പോൾ നമ്മൾക്ക് എത്രയാണ് കിട്ടിയത്? അതായത് 36 / 3 എത്രയാണ്? 12 നമ്പേഴ്സ് ആണ് കിട്ടിയത് അല്ലേ. അതിന് നമ്മളെങ്ങനെ എഴുതി? 3 × 12, അതായത് 3 തവണ 12 കൂട്ടിക്കഴിഞ്ഞാലാണ് എത്ര കിട്ടുക? 36 കിട്ടുക. അല്ലെങ്കിൽ 36നെ 3 ഈക്വൽ ഗ്രൂപ്പാക്കി മാറ്റുമ്പോൾ ഒരു ഗ്രൂപ്പിൽ 12 നമ്പേഴ്സ് ഉണ്ടാകും. ഓക്കെ, Next, if 36 bars of soap are split into 4 sets with the same number in each, how many will be there in each set? 36 സോപ്പ് കട്ടകൾ ഒരേ എണ്ണമുള്ള 4 സെറ്റാക്കി മാറ്റുന്നത് നമ്മൾക്ക് എങ്ങനെ എഴുതാം? 36 / 4 എത്രയാണ്? 9 ആണല്ലേ. അതായത് 4 × 9 =
36. If 36 bars of soap are split into 6 sets with the same number in each, how many will be there in each? അതായത് 36 സോപ്പ് കെട്ടുകളെ 6 സെറ്റ് ഒരേ എണ്ണമുള്ള 6 ഗ്രൂപ്പാക്കി മാറ്റി കഴിയുമ്പോൾ എത്ര എണ്ണം ഒരു ഗ്രൂപ്പിൽ? അതായത് 36 ഡിവൈഡ് ബൈ 6 എത്രയാണ്? 36നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 ആണ്. അതായത് എന്താണ്? 6 ഇൻറ്റു എത്രയാണ് 36? 6നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 36 കിട്ടുക? 6 ഇൻറ്റു 6 ഈസ് ഈക്വൽ 36. നെക്സ്റ്റ്, if 36 bars of soap are split into 9 sets with the same number in each, how many will be there in each set? 36 സോപ്പ് കെട്ടുകൾ ഒരേ എണ്ണമുള്ള 9 ഗ്രൂപ്പാക്കി മാറ്റുമ്പോൾ 36 ഡിവൈഡ് ബൈ 9 എന്ന് പറയാം. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എത്രയാണ്ടത്? 4 നമ്പേഴ്സ് അല്ലേ? അതായത് 9 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 36. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ എംപ്റ്റി സ്പേസസ്. ഒഴിഞ്ഞ കളങ്ങളിൽ പൂരിപ്പിക്കുക. ഫസ്റ്റ് 6 ആണ് കിട്ടേണ്ടത്. 18 ഡിവൈഡ് ബൈ 3 6 ആണ്. നെക്സ്റ്റ് 12നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 6 കിട്ടുക? അതായത് നമ്മൾക്കിത് കാണാൻ വേണ്ടി 6നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 ആകുക എന്ന് നോക്കിയാൽ മതി. 6 ഇൻറ്റു 2 ആണ് 12 അല്ലേ? 6നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുക. അതുകൊണ്ട് 12 ഡിവൈഡ് ബൈ 2 ആണ് 6. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് എഴുതാം. 6 കിട്ടിയാൽ മതി. 24 ഡിവൈഡ് ബൈ 4 6 ആണ്. നെക്സ്റ്റ് 30 ഡിവൈഡ് ബൈ 5 54 ഡിവൈഡ് ബൈ 9 36 ഡിവൈഡ് ബൈ 6 എല്ലാം 6 ആണ് അല്ലേ? ഇനി 3 ആണ് കിട്ടേണ്ടത്. 18 ഡിവൈഡ് ബൈ 6 3 ആണ്. നെക്സ്റ്റ് 12നെ എത്ര കൊണ്ട് ഹരിക്കുമ്പോഴാണ് 3 കിട്ടുക? 12 ഡിവൈഡ് ബൈ 4 ആണ് 3 അല്ലേ? നെക്സ്റ്റ് ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് എഴുതാം. 24 ഡിവൈഡ് ബൈ 8 24നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ആണ് കിട്ടുക. നെക്സ്റ്റ് ഡാഷ് ഡിവൈഡ് ബൈ 5 ഏതിന് 5 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 3 കിട്ടുക? 15 ആണ് അല്ലേ? നെക്സ്റ്റ് 27 ഡിവൈഡ് ബൈ 9 നെക്സ്റ്റ് 18 ഡിവൈഡ് ബൈ 6. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈക്ക് ദിസ് യൂസ് അതർ നമ്പേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 3 and 6 ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അതായത് നമ്മളിപ്പോൾ 6ഉം 3ഉം വെച്ചാണ് എഴുതിയത്. അതുപോലെ മറ്റ് 2 നമ്പേഴ്സ് വെച്ചിട്ട് ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് 2ഉം 4ഉം വെച്ച് എഴുതാം. അപ്പോൾ 2 എങ്ങനെയൊക്കെ കിട്ടും? 2 ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ 2 നടുക്ക് എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതാം? 4 ഡിവൈഡ് ബൈ 2 2 ആണ്. നെക്സ്റ്റ് 8 ഡിവൈഡ് ബൈ 8 ഹരിക്കണം 4ഉം 2 ആണ് കിട്ടുക. നെക്സ്റ്റ് 12 ഡിവൈഡ് ബൈ 6 12നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ആണ്. നെക്സ്റ്റ് 10 ഡിവൈഡ് ബൈ 5ഉം 2 ആണ്. ഇനി 4 എഴുതാം. 4 8 ഡിവൈഡ് ബൈ 2 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ആണ് കിട്ടുക. നെക്സ്റ്റ് 12 ഡിവൈഡ് ബൈ 3 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നെക്സ്റ്റ് 20 ഡിവൈഡ് ബൈ 5 24 ഡിവൈഡ് ബൈ 6ഉം എത്രയാണ്? 4 ആണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് പാക്ക് ചെയ്യാം. ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് സോപ്പ് ബാർസ് ദ വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് മെയ്ഡ് ഈച്ച് ഡേ. ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പ്രവൃത്തി പരിചയ ക്ലബ്ബിലെ കൂട്ടുകാരുണ്ടാക്കിയ സോപ്പുകളുടെ എണ്ണമാണ്. കംപ്ലീറ്റ് ദ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ മൺഡേ 36 നമ്പർ ഓഫ് സോപ്പാണ് ഉണ്ടാക്കിയത്. ട്യൂസ്ഡേ 32 വെനസ്ഡേ 24 തേഴ്സ്ഡേ 48 ഫ്രൈഡേ 40 നമ്പർ ഓഫ് സോപ്സ് ആണ് ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് പാക്കറ്റുകളുടെ എണ്ണം 2 in each പാക്കറ്റ്. അതായത് ഒരു പാക്കറ്റിൽ 2 എണ്ണം വെച്ചിട്ട് പാക്ക് ചെയ്യുന്ന സമയത്ത് എത്ര പാക്കറ്റ് ഉണ്ടാക്കാം അതാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് 4 in each പാക്കറ്റ്. ഒരു പാക്കറ്റിൽ 4 എണ്ണം വെച്ച് ചെയ്യുന്ന സമയത്ത് പാക്ക് ചെയ്യുന്ന സമയത്ത് എത്ര പാക്കറ്റ് ഉണ്ടാക്കാം അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ മൺഡേ 36 നമ്പർ ആണല്ലേ തിങ്കളാഴ്ച ഉണ്ടാക്കിയത്. അപ്പോൾ ഈ 36 നമ്പേഴ്സ് 36 എണ്ണം സോപ്പുകൾ 2 എണ്ണം വെച്ചിട്ട് എത്ര പാക്കറ്റ് ഉണ്ടാക്കാം? 36ൻ്റെ പകുതി അല്ലേ? 36 ഡിവൈഡ് ബൈ 2 80 നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ് ഉണ്ടാക്കാൻ സാധിക്കുക. 18 പാക്കറ്റ് ഉണ്ടാക്കാം. ഇനി 4 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ എത്ര പാക്കറ്റ് ഉണ്ടാക്കാം? 18ൻ്റെയും പകുതി 18 ഡിവൈഡ് ബൈ 2 അതായത് 36 ഡിവൈഡ് ബൈ 4. 36 ഡിവൈഡ് ബൈ 4 എന്താണ്? 18 ഡിവൈഡ് ബൈ 2ന് തുല്യമാണ്. അത് എത്രയായിരിക്കും? 9 പാക്കറ്റാണ് ഉണ്ടാക്കാൻ സാധിക്കുക. നെക്സ്റ്റ് ട്യൂസ്ഡേ 32 നമ്പർ ആണല്ലേ? അപ്പോൾ 32 32 എണ്ണം 2 എണ്ണം വെച്ചിട്ട് എത്ര പാക്കറ്റ് ഉണ്ടാക്കാം? 32ൻ്റെ പകുതി 16 പാക്കറ്റ് ഉണ്ടാക്കാം. നെക്സ്റ്റ് 4 എണ്ണം വെച്ചാകുന്ന സമയത്ത് ഈ 16ൻ്റെ പകുതി 8 പാക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കൂ. നെക്സ്റ്റ് 24 12 പിന്നെ ഇവിടെ എത്ര വരും? 12ൻ്റെ പകുതി 6. ഇനി നെക്സ്റ്റ് 48 ആകുമ്പോൾ 24 12 40 20 10 പാക്കറ്റ്സ്. ഇനി ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോട്ടൽ എത്ര സോപ്സ് ആണ്? എല്ലാം ടോട്ടൽ ചെയ്യുക. 180 സോപ്സ് ആണ് ഉണ്ടാക്കിയത്. ഇനി 2 in each പാക്കറ്റ് 2 പാക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് ടോട്ടൽ ചെയ്താൽ 180ൻ്റെ പകുതി ആയിരിക്കും. എത്രയാണ് കിട്ടുക? 90 ആണ്. നെക്സ്റ്റ് 4 in each പാക്കറ്റ് ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ ഈ 90ൻ്റെയും പകുതി എത്രയാണ്? 45 ആണ് കിട്ടുക. അതായത് 180 ഡിവൈഡ് ബൈ 4 ആണ് എത്ര? 45. 180 ഡിവൈഡ് ബൈ 2 ആണ് എത്ര? 90. അതാണ് ഇവിടെ ചോദിക്കുന്നത്. വാട്ട് ഡിഫറൻസ് ഡു യു സീ ഇൻ ദ നമ്പർ ഓഫ് പാക്കറ്റ്സ് വെൻ ഈച്ച് പാക്കറ്റ് ഹാസ് 2 bars ആൻഡ് വെൻ ഈച്ച് ഹാസ് 4? അതായത് നിങ്ങൾ ഒരു പാക്കറ്റിൽ 2 എണ്ണം വെച്ച് ചെയ്യുന്ന സമയത്തും ഒരു പാക്കറ്റ് 4 എണ്ണം വെച്ച് ചെയ്യുന്ന സമയത്തും എന്ത് ഡിഫറൻസ് ആണ്, എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കണ്ടത്? എന്താണ്?
അതായത് 2 വെച്ച് ചെയ്യുന്നതിൻ്റെ നേരെ പകുതിയാണ്, ഹാഫാണ് എന്ത് 4 വെച്ച് പാക്കറ്റ് ആക്കുന്നത്. അതായത് 90ൻ്റെ ഹാഫാണ് 45. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് മെയ്ഡ് ഡ്യൂറിങ് ദ വീക്ക്? ഈ ആഴ്ച ഉണ്ടാക്കിയ സോപ്പുകളുടെ ടോട്ടൽ സോപ്പുകളുടെ എണ്ണത്തിലാണ്. ഇതൊക്കെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 36 + 32 + 24 + 48 + 40 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 180. ദ സോപ്പ് ഈസ് സോൾഡ് അറ്റ് 20 rupees ഫോർ എ ബാർ. 20 രൂപയ്ക്ക് ഒരു സോപ്പ് വിറ്റെങ്കിൽ ഹൗ മച്ച് ഡിഡ് ദ ക്ലബ്ബ് ഗെറ്റ്? ക്ലബിന് എത്ര പൈസയാണ് കിട്ടിയത്? അപ്പോൾ എത്രയായിരിക്കും? എത്ര സോപ്പാണ് ഉണ്ടാക്കിയത്? 180 അല്ലേ? 180. ഒരു സോപ്പിന് എത്രയാണ് വില? 20 rupees. അപ്പോൾ 180 × 20 എത്രയാണ്? 18 × 2, 18ൻ്റെ നേരെ ഇരട്ടി അല്ലേ? 18 ഗുണിക്കണം 2 എത്രയാണ്? 36. 36 ആണ്. ഈ 0 ഇടുക. അപ്പം എത്രയാണ്? 3600 rupees ആണ് കിട്ടുക. നെക്സ്റ്റ്, ദ മണി ദേ ഗോട്ട് വാസ് ഓൾ ഇൻ 100 rupee നോട്ട്സ്. ഹൗ മെനി നോട്ട്സ്? ഈ 3600 rupees എല്ലാം 100 രൂപയുടെ നോട്ടുകളായിട്ടാണ് കിട്ടിയതെങ്കിൽ ആകെ എത്ര നോട്ടുകളാണ് ഉണ്ടാവുക? അപ്പോൾ 3600ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ? 3600 ÷ 100 എത്രയായിരിക്കും? ഈ 2 0 ക്യാൻസൽ ആകും. അപ്പോൾ എത്രയാണ്? 36 നോട്ട്സ് ആണ് ഉണ്ടാവുക. ഇഫ് ഇറ്റ് വാസ് ഓൾ ഇൻ 200 rupee നോട്ട്സ്, ഇനി എല്ലാം 200 രൂപയുടെ നോട്ടായിരുന്നെങ്കിൽ, അതായത് ഈ 3600 rupees എല്ലാം 200 രൂപയുടെ നോട്ടായിരുന്നെങ്കിൽ എത്ര നോട്ടുകളായിരിക്കും? അതായത് 3600 rupees നോട്ട്സ് ആണ് ഉണ്ടായത്. അപ്പോൾ അതെല്ലാം 200 രൂപയുടെ നോട്ടാകുമ്പോൾ 3600 ÷ 200. അപ്പോൾ എത്രയായിരിക്കും? 0 0 ക്യാൻസൽ ആകും. 36 ÷ 2 എത്രയാണ്? 80 നോട്ട്സ് ആണ് ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ്, ലെറ്റ്സ് റൈറ്റ് ദീസ് യൂസിങ് ദ ഡിവിഷൻ സൈൻ. ഹരിക്കണം എന്നുള്ള ചിഹ്നം വെച്ച് ഇതെങ്ങനെ എഴുതാം? 3600 ÷ 100 എത്രയാണ്? 36 ആണല്ലേ? ഇനി 3600 ÷ 200 എത്രയാണ്? 18 ആണ്. ഓക്കെ. നെക്സ്റ്റ്, മെൻറ്റൽ മാത്ത്, മനസ്സിൽ കൂട്ടാം. 36 ÷ 2, 36ൻ്റെ പകുതി എത്രയാണ്? 18 ആണ്. അങ്ങനെയാണ് 36 ÷ 4 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 18ൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ 9 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ 40 ÷ 2, അതായത് 40ൻ്റെ പകുതി 20 ആണെങ്കിൽ 40 ÷ 4 10 ആയിരിക്കും. 32 ÷ 2 16 ആണ്. അങ്ങനെയാണ് 32 ÷ 4 16ൻ്റെ പകുതി 8 ആയിരിക്കും. 72 ÷ 2 36 ആണ്. അപ്പോൾ 72 ÷ 4 36ൻ്റെ പകുതി 18 ആയിരിക്കും. യൂസിങ് ദി എബവ് ടേബിൾ, ഹൗ ഡു വി കാൽക്കുലേറ്റ് 76 ÷ 2? ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ 76 / 2 കാണണം. അപ്പോൾ ഈ 76 എന്ന് പറയുന്നത് 40 + 36 ആണ് 76. അങ്ങനെയാണെങ്കിൽ വെൻ 40 is split into 2 equal sets, 40 നമ്മൾ 2 ഈക്വൽ സെറ്റ് ആക്കി മാറ്റുന്ന സമയത്ത്, അതായത് 40 / 2 രണ്ട് ഒരുപോലെയുള്ള കൂട്ടങ്ങളാക്കുന്നത് പറയുമ്പോൾ എന്താണ്? 40ന് 2 കൊണ്ട് ഹരിക്കുന്നു അല്ലേ? അപ്പോൾ ഒരു സെറ്റിൽ എത്രയായിരിക്കും ഉണ്ടാവുക? 40 / 2 20 ആണ് ഉണ്ടാവുക. അതായത് 40 / 2 നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അല്ലേ? 20 കിട്ടി. അതുപോലെ തന്നെ വെൻ 36 is split into 2 equal sets, 36നെയും ഒരേ എണ്ണമുള്ള 2 ഈക്വൽ സെറ്റാക്കി മാറ്റുന്നു, ഈക്വൽ ഗ്രൂപ്പാക്കി മാറ്റുന്നു. അപ്പോൾ 36നെ 2 ഈക്വൽ ഗ്രൂപ്പ് ആക്കുമ്പോൾ ഒരു സെറ്റിൽ എത്ര ഉണ്ടാവും? 36ൻ്റെ പകുതി എത്രയാണ്? 36ൻ്റെ പകുതി 18 ഉണ്ടാവും. മറ്റേ സെറ്റിലും 18 ഉണ്ടാവും അല്ലേ? അപ്പോൾ വെൻ 36 is split into 2 equal sets, നമ്പർ ഇൻ ഈച്ച് സെറ്റ് ഈസ് എത്രയാണ്? 36 / 2 എവിടെയുണ്ട് അല്ലേ? 18 ആണല്ലേ? 18 ആണ്. അങ്ങനെയാണെങ്കിൽ വെൻ 76 is split into 2 equal sets, നമ്പർ ഇൻ ഈച്ച് സെറ്റ് ഈസ് 76നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 76 എന്താണ്? 40 + 36 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 40ൻ്റെ പകുതി 20 ആണ്, 36ൻ്റെ പകുതി 18 ആണ്. അപ്പോൾ 76ൻ്റെ പകുതി എത്രയായിരിക്കും? 38 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ്, ലെറ്റ്സ് കാൽക്കുലേറ്റ് 68 / 2. അതായത് 68നെ 2 ഈക്വൽ പാർട്സ്, 68നെ പകുതിയാക്കുന്നു. ഒരേ എണ്ണമുള്ള 2 ഈക്വൽ പാർട്ട് ആയി കഴിഞ്ഞാൽ, അതായത് 68ൻ്റെ പകുതി എത്രയാണ്? 34 ആണല്ലേ? ഇനി 68 / 4 എന്ന് പറഞ്ഞാൽ എന്ത്? 68നെ 4 ഈക്വൽ പാർട്സ് ആക്കുന്നു. അതായത് 68നെ 2 ഈക്വൽ പാർട്സ് ആയി കഴിഞ്ഞാൽ 34 ആണ് കിട്ടിയത്. അപ്പോൾ 68നെ 4 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ എന്താണ്? ഈ 34നെ വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കുക. അപ്പോൾ 34ൻ്റെ പകുതി എത്രയാണ്? 17 ആയിരിക്കും. ഇനി 76 / 4, അതായത് 76നെ തുല്യ എണ്ണമുള്ള 4 ഈക്വൽ ഭാഗങ്ങളാക്കുന്നു, ഈക്വൽ പാർട്സ്. 4 ഈക്വൽ പാർട്സ് ആയി കഴിഞ്ഞാൽ ഒരു പാർട്ടിൽ, ഒരു ഗ്രൂപ്പിൽ എത്ര എണ്ണമായിരിക്കും ഉണ്ടാവുക? അതായത് ഫസ്റ്റിൽ 76ന് 2 ഈക്വൽ പാർട്സ്, 76ൻ്റെ പകുതി കാണുക, 2 തുല്യ ഭാഗങ്ങളാക്കുക. അപ്പോൾ എത്രയായിരിക്കും? 76ൻ്റെ പകുതി എത്രയാണ്? 38 ആണല്ലേ? ഇനി എന്ത് ചെയ്യുക? 2 ഈക്വൽ പാർട്ട് ആയിക്കഴിഞ്ഞാൽ വീണ്ടും അതിനെന്ത് ചെയ്യുക? അതിലൊരു പാർട്ടിനെ 2 ഈക്വൽ പാർട്ട് ആക്കുക. അപ്പോൾ 38ൻ്റെയും പകുതി എത്രയാണ്? 19 ആണല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 8 × 6 48 ആണ്. 48 / 8 എത്രയായിരിക്കും? നടുക്കുള്ള 6 ആയിരിക്കും.
ഇനി 48 ഡിവൈഡ് ബൈ 6 അറ്റത്തുള്ള 8 ആയിരിക്കും. അതുപോലെ ബാക്കിയുള്ളതും ഫില്ല് ചെയ്യുക. 9 × 4 36 ആണ്. അപ്പോൾ 36 ഡിവൈഡ് ബൈ 4 എത്രയായിരിക്കും? 9 ആയിരിക്കും. 36 ഡിവൈഡ് ബൈ 9 4 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ 7 × 6 42 ആണ്. 42 ഡിവൈഡ് ബൈ 7 6 ആയിരിക്കും. 42 ഡിവൈഡ് ബൈ 6 7 ആയിരിക്കും. 6 × 5 13 ആണ്. 30 ഡിവൈഡ് ബൈ 6 5 ആണ്. 30 ഡിവൈഡ് ബൈ 5 6 ആണ്. ഓക്കെ. നെക്സ്റ്റ് ഡോൾ മേക്കിംഗ്, പാവ നിർമ്മാണം. ചിൽഡ്രൻ ആർ സ്പ്ലിറ്റ് ഇൻ ടു ഡിഫറൻറ്റ് ഗ്രൂപ്പ്സ് ഇൻ ദ വർക്ക് എക്സ്പീരിയൻസ് ക്യാമ്പ്. പ്രവൃത്തി പരിചയ ക്യാമ്പിൽ കുട്ടികളെ ഡിഫറൻറ്റ് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈച്ച് ഗ്രൂപ്പ് മെയ്ഡ് 48 ഡോൾസ്. ഓരോ ഗ്രൂപ്പും 48 പാവകൾ ഉണ്ടാക്കി. ദീസ് ആർ ബീങ് പാക്ഡ് ഈക്വലി ഇൻ ടു 6 ബോക്സസ്. ഇതെന്ത് ചെയ്തു? 6 പെട്ടികളിൽ ഈക്വലായിട്ട് പാക്ക് ചെയ്തു. സന, ദ ലീഡർ ഓഫ് ദ ഫസ്റ്റ് ഗ്രൂപ്പ്, പുട്ട് 1 ഡോൾ ഇൻ ഈച്ച് ബോക്സ്. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ലീഡറായ സന എന്ത് ചെയ്തു? ഫസ്റ്റിൽ ഓരോ പെട്ടികൾ ഓരോ പാവ വീതം വെച്ചു. അതായത് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ. ഹൗ മെനി ഡോൾസ് വർ പ്ലേസ്ഡ് ഇൻ ബോക്സസ്. അപ്പോൾ പെട്ടികളിൽ എത്ര പാവകളാണ് സന ഫസ്റ്റിൽ വെച്ചത്? 6 എണ്ണോ അല്ലേ? നിങ്ങളവിടെ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, 6 നമ്പേഴ്സ് ആണ്. ഹൗ മെനി ഡോൾസ് ആർ ലെഫ്റ്റ്. ഇനി എത്രയാണ് ബാക്കിയുള്ളത്? അതായത് 48 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഓരോന്ന് വീതം, അതായത് 6 എണ്ണം വെച്ചു. അപ്പോൾ ഇനി ബാക്കി എത്രയുള്ളത്? 48 നിന്ന് 6 മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 42 നമ്പേഴ്സാണ് ബാക്കിയുള്ളത്. 42 നമ്പേഴ്സ്. ആൻഡ് ദെൻ 1 മോർ ഇൻ ഈച്ച് ബോക്സ്. ഇനി എന്ത് ചെയ്തു? ഓരോന്ന് കൂടി അധികം വെച്ചു. അതായത് ഈ 1 ഫസ്റ്റിൽ വെച്ചു, അതിൻ്റെ കൂടെ വീണ്ടും 1 കൂടി വെച്ചു. ഹൗ മെനി മോർ ഡോൾസ് വർ പ്ലേസ്ഡ് ഇൻ ബോക്സസ്. അപ്പോൾ എത്ര എണ്ണമാണ് അധികം വെച്ചത്? 6 നമ്പേഴ്സ് കൂടി അധികം വെച്ചു അല്ലേ? ഹൗ മെനി ഡോൾസ് ആർ ലെഫ്റ്റ്. ഇനി എത്രയാണ് ബാക്കിയുള്ളത്? അതായത് ഈ 42 നിന്ന് 6 മൈനസ് ചെയ്യുക. അപ്പോൾ 42 മൈനസ് 6 എത്രയാണ്? 42 മൈനസ് 6 36 ആണല്ലേ? 36. ഷീ കണ്ടിന്യൂഡ് ലൈക്ക് ദിസ്. അവൾ ഇതുപോലെ തുടർന്നു. അതായത് പിന്നെന്ത് ചെയ്തു? 36 ബാക്കിയുണ്ട്, അതിൽ നിന്ന് വീണ്ടും 6 വെച്ചു. അപ്പോൾ എത്ര ബാക്കിയായി? 24 ആയി. അതിൽ നിന്ന് 6 വെച്ചു. 24 നിന്ന് 6 മൈനസ് ചെയ്താൽ എത്രയാണ്? 18 ആയി. പിന്നെ ആദ്യം 6 വെച്ചു. അപ്പോൾ എത്ര ബാക്കി ഉണ്ടാകും? 12 ഉണ്ടാകും. നെക്സ്റ്റ് വീണ്ടും 6 വെച്ച് കഴിഞ്ഞാൽ 6 ബാക്കി ഉണ്ടാകും. പിന്നെ എന്ത് ചെയ്തു? വീണ്ടും ആ ഉള്ള 6 കൂടി കംപ്ലീറ്റ് വെക്കണമല്ലോ. അപ്പോൾ 6 കൂടി വെച്ച് ബാക്കി 0 ആയി അല്ലേ? അപ്പോൾ എത്ര തവണയാണ് സന വെച്ചത് ഇതുപോലെ? അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഹൗ മെനി ഡോൾസ് ക്യാൻ ബി പാക്ഡ് ഇൻ ഈച്ച് ബോക്സ്. അപ്പോൾ എത്ര ഡോൾസ് ആണ് ഇവൾക്ക് ഒരു ബോക്സിൽ വെക്കാൻ സാധിക്കുക? അതായത് നമ്പർ ഓഫ് ടൈംസ്, എത്ര പ്രാവശ്യമാണ് വെക്കുന്നത് അത് നോക്കണം അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 48 നിന്ന് ഫസ്റ്റിൽ 6 മൈനസ് ചെയ്ത് 42 ആയി. 42 മൈനസ് 6 36 ആയി. 36 മൈനസ് 6 30. നെക്സ്റ്റ് 30 മൈനസ് 6 24 ആണ്. 24 മൈനസ് 6 18 ആണ്. 18 മൈനസ് 6 12 ആണ്. 12 മൈനസ് 6 6. 6 മൈനസ് 6 0. അപ്പോൾ എത്ര ടൈംസ് ആണ് ഇത് വെച്ചത്? 8 ടൈംസ് ആണല്ലേ? അപ്പോൾ ഹൗ മെനി ഡോൾസ് ക്യാൻ ബി പാക്ഡ് ഇൻ ഈച്ച് ബോക്സ്. ഓരോ ബോക്സിലും എത്ര എണ്ണം വെക്കാൻ സാധിക്കും? 8 നമ്പേഴ്സ് വെക്കാൻ സാധിക്കും അല്ലേ? അതായത് 8 ടൈംസ് നമ്മളിങ്ങനെ ഓരോ തവണ ഓരോന്നായിട്ട് വെച്ചു അല്ലേ? അപ്പോൾ 8 നമ്പേഴ്സ് വെക്കാൻ സാധിക്കും. ഇൻ മാത്തമാറ്റിക്കൽ ടേംസ് വി ക്യാൻ റൈറ്റേഴ്സ്. ഇതിന് നമ്മൾക്ക് മാത്തമാറ്റിക്കൽ ടേംസിൽ എങ്ങനെ എഴുതാം? 48 ഡിവൈഡ് ബൈ എത്രയാണ്? 6 ഈക്വൽ പാർട്സ് ആണ് ആക്കുന്നത് അല്ലേ? ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു എത്രയാണ്? 8. അതായത് 48 പാവകളാണ്, ഡോൾസ് ആണ് ഫസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിനെ 6 ബോക്സുകളിൽ ഈക്വൽ ആയിട്ട് വെച്ചു. അപ്പോൾ ഒരു ബോക്സിൽ എത്ര എണ്ണം വെക്കാൻ സാധിക്കുന്നു? 8 നമ്പേഴ്സ് അല്ലേ? ഓക്കെ. ഇനി ഇതിവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്, അതായത് ഈ 48 ഡോൾസ് 48 പാവകൾ 6 ബോക്സിൽ ഈക്വൽ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് നോക്കുക. അതായത് എന്താണ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റിൽ എന്ത് ചെയ്തു? ഓരോ ബോക്സിലും ഓരോന്നെണ്ണം വീതം വെച്ചു അല്ലേ? അപ്പോൾ 6 ബോക്സിൽ 6 നമ്പേഴ്സ് വെച്ചു. അപ്പോൾ 48 നിന്ന് 6 മൈനസ് ചെയ്തു 42 ആയി. നെക്സ്റ്റ് വീണ്ടും 6 നമ്പേഴ്സ് ഓരോന്നിലായിട്ട് വെച്ചു അല്ലേ? അപ്പോൾ 36 ആയി. 42 നിന്ന് 6 മൈനസ് ചെയ്തു 36 ആയി. നെക്സ്റ്റ് എന്ത് ചെയ്തു? 36 മൈനസ് 6 30. 24 18 12 6 പിന്നെ 0 ആയി അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ബോക്സിൽ എന്ത് ചെയ്തു? ഒന്നാമത്തെ ബോക്സിൽ ആദ്യം 1 വെച്ചു. പിന്നെ 2 3 4 5 6 7 8 നമ്പേഴ്സ് വെച്ചു അല്ലേ ഫസ്റ്റ് ബോക്സിൽ. സെക്കൻഡ് ബോക്സിൽ അതുപോലെ തന്നെ 8 ആണ്. 8. അപ്പോൾ ഓരോ ബോക്സിലും 8 നമ്പേഴ്സാണ് വെച്ചതല്ലേ? അതായത് എത്ര ടൈംസ്? 6 × 8. 6 ടൈംസ് 8 കൂട്ടിയത്. അതായത് 6 × 8 എത്ര കിട്ടുന്നുണ്ട്? 48 കിട്ടുന്നുണ്ട്. 48 dolls are divided into 6 groups of equal size and each group had 8 dolls. 48 പാവകൾ 6 ഗ്രൂപ്പായിട്ട് ഈക്വൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ 8 പാവകൾ 8 ഡോൾസ് ഉണ്ടാകും. ഇൻ മാത്തമാറ്റിക്കൽ ടേംസ് നമ്മൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 48 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ഹൗ മെനി ബോക്സസ് ആർ നീഡഡ് ടു പാക്ക് 48 ഡോൾസ് വിത്ത് 8 ഡോൾസ് ഇൻ ഈച്ച് ബോക്സ്? അതായത് 48 പാവകൾ 8 എണ്ണം വീതം ഓരോ ബോക്സിലായിട്ട് വെക്കാൻ വേണ്ടി എത്ര ബോക്സാണ് ആവശ്യമായിട്ട് വരിക? 6 ബോക്സസ് വേണോ അല്ലേ?
നെക്സ്റ്റ് അനദർ വേ, മറ്റൊരു വഴി. അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് സനയുടെ ഗ്രൂപ്പ് ഈ 48 ഡോൾസ് 48 പാവകൾ 6 ബോക്സിൽ എങ്ങനെയാണ് വെച്ചത്? ഫസ്റ്റിൽ 1 വെച്ചു, പിന്നെ രണ്ടാമത് വീണ്ടും 1 വെച്ചു, അങ്ങനെ ഓരോന്നായിട്ട് വെച്ചിട്ട് 8 നമ്പേഴ്സ് വെച്ചു അല്ലേ. ഇനി നെക്സ്റ്റ് അനദർ വേയിൽ മറ്റൊരു വഴിയിൽ സെക്കൻഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത്. ദ സെക്കൻഡ് ഗ്രൂപ്പ് പാക്ക്ഡ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് പാക്ക് ചെയ്തത്. എങ്ങനെയാണ്? ഫസ്റ്റ് ഡേ പുട്ട് 5 ഡോൾസ് ഇൻ ഈച്ച് ബോക്സ്. ആദ്യം അവർ എന്ത് ചെയ്തു? 5 പാവകൾ ഒരു ബോക്സിൽ വെച്ചു. സനയുടെ ഗ്രൂപ്പ് ആദ്യം ഒരു പാവ വീതമാണ് ഓരോ ബോക്സിൽ വെച്ചത്. ഇവരെന്ത് ചെയ്തു? 5 പാവകൾ വീതം ഓരോ ബോക്സിലും 6 ബോക്സിലായിട്ട് വെച്ചു. അപ്പോൾ ഹൗ മെനി ഡോൾസ് വെർ പാക്ക്ഡ്? എത്ര ഡോൾസ് പാക്ക് ചെയ്തു? 6 × 5 30 നമ്പേഴ്സ് 30 എണ്ണം വെച്ചു അല്ലേ. ഇനി ഹൗ മെനി ഡോൾസ് ലെഫ്റ്റ്? എത്രയാണ് ബാക്കിയുള്ളത്? അതായത് 48 ആണ് ഉള്ളത്. 48 ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 30 എണ്ണം വെച്ചു അല്ലേ. ഒരു ബോക്സിൽ 5 എണ്ണം വീതം വെച്ചു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 48 - 30 18 ആണ്. ക്യാൻ 5 more be packed in each ബോക്സ്? ഇനി 5 എണ്ണം കൂടി ഓരോ ബോക്സിലും വെക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? 18 നമ്പേഴ്സേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ 5 എണ്ണം വെക്കണമെങ്കിൽ ഇനി 6 × 5 അതായത് 6 ബോക്സിൽ 5 എണ്ണം വീതം വെക്കണമെങ്കിൽ 30 എണ്ണം വേണം അല്ലേ. അപ്പോൾ സാധിക്കില്ല. ഹൗ എബൌട്ട് 2 more in each ബോക്സ്? 2 എണ്ണം വീതം വെക്കാൻ സാധിക്കുമോ? ഹൗ മെനി ഡോൾസ് പാക്ക്ഡ് നൗ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഡോൾസ് പാക്ക് ചെയ്യാൻ സാധിക്കും? അപ്പോൾ 2 എണ്ണം വെക്കുന്ന സമയത്ത് 6 ബോക്സ് ആണല്ലോ അല്ലേ. ഒരു ബോക്സിൽ 2 നമ്പേഴ്സ്. അപ്പോൾ 6 × 2 എത്രയാണ്? 12 നമ്പേഴ്സ് വെച്ചു അല്ലേ. അപ്പോൾ ഇപ്പോൾ എത്ര പാക്ക് ചെയ്തു? 12 എണ്ണം പാക്ക് ചെയ്തു. ഹൗ മെനി ഡോൾസ് ലെഫ്റ്റ്? ഇനി എത്രയാണ് ബാക്കിയുള്ളത്? അതായത് 18, അതായത് ഈ 18 12 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 18 - 12 എത്രയാണ് ബാക്കിയുള്ളത്? 6 ആണ് ബാക്കിയുള്ളത് അല്ലേ. ഹൗ മെനി ഓഫ് ദീസ് ക്യാൻ ബി പാക്ക്ഡ് ഇൻ ഈച്ച് ബോക്സ്? ഇനി ഇത് ഈ 6 എണ്ണം നമ്മൾക്ക് ഓരോ ബോക്സിലും എത്ര എണ്ണം വെക്കാൻ സാധിക്കും? അതായത് 6 ബോക്സിലും ഓരോന്ന് വീതം. അപ്പോൾ 6 എണ്ണം വെക്കാം അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഡോൾസ് ഇൻ ഈച്ച് ബോക്സ്. അപ്പോൾ എത്ര എണ്ണമാണ് നമ്മൾ മൊത്തം വെച്ചത്? ഫസ്റ്റിൽ 5 വെച്ചു, പിന്നെ 2 വെച്ചു, പിന്നെ 1 വെച്ചു അല്ലേ. മൊത്തം 8 എണ്ണം വെച്ചല്ലോ. അതായത് ഫസ്റ്റിൽ ഇവിടെ 30 വെക്കുന്ന സമയത്ത് നമ്മൾ 5 വെച്ചു. നെക്സ്റ്റ് എന്ത് ചെയ്തു? 12 ബാക്കി ഉണ്ടായി. അപ്പോൾ 2 എണ്ണം വീതം വെച്ചു. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്തു? 1 വെച്ചു അല്ലേ. അപ്പോൾ 5 + 2 + 1 8 നമ്പേഴ്സ് തന്നെയാണ് വെച്ചത്. അത് വെച്ചത് മറ്റൊരു വേല് മറ്റൊരു രീതിയിലാണ് വെച്ചത് അല്ലേ സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോൾ അതാണ് ഇതിവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. 6 × 5 30 ആയി. ഇനി എന്ത് ചെയ്തു? ബാക്കിയുള്ള 18 ബാക്കിയുണ്ട്. അതായത് 48 നിന്ന് 30 മൈനസ് ചെയ്തു. ബാക്കി 18 ബാക്കിയുണ്ട്. ആ 18 എങ്ങനെ വെച്ചു? 6 2 എണ്ണം വീതം വീണ്ടും വെച്ചു. 12 നമ്പേഴ്സ് ആയി. അപ്പോൾ എന്ത് ചെയ്തു? 12 മൈനസ് ചെയ്ത് 6 ബാക്കിയല്ലേ. ഈ 6 ഓരോന്ന് വീതം വെച്ചു. അപ്പോൾ എന്തായി? 0 ആയി അല്ലേ. അപ്പോൾ എന്താണ്? 6 × 8 കൂട്ടി, അതായത് 6 × 8 48 തന്നെയാണ് കിട്ടിയത് അല്ലേ. ഓക്കെ. 48 dolls are divided into 6 equal groups and each group has 8 dolls. In mathematical terms എങ്ങനെ എഴുതാം? 48 / 6 = 8 തന്നെയാണ്. വാട്ട് വി ഡിഡ് ടു കാൽക്കുലേറ്റ്? എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഫസ്റ്റിൽ എന്ത് ചെയ്തു? 5 നമ്പേഴ്സ്. അപ്പോൾ 30 ആയി അല്ലേ. 48 30 മൈനസ് ചെയ്തു. ഇനി എത്രയാണ്? 2 നമ്പേഴ്സ് വെച്ചു. അപ്പോൾ 6 × 2 12 ആണ്. അപ്പോൾ ഈ 18 12 മൈനസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? 1 വെച്ചു അല്ലേ. അപ്പോൾ 6 6 മൈനസ് ചെയ്തു 0 ആയി. അപ്പോൾ 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 48 ഇവിടെ എഴുതി, 6 മുകളിൽ എഴുതി. ഇനി എന്താണ് ചെയ്തത്? 48 ഡോൾസാണ് മൊത്തം ഉള്ളത്. അപ്പം ഫസ്റ്റിൽ എന്ത് ചെയ്തു? ഈ 6 ബോക്സിലും എന്ത് ചെയ്തു? 5 ഡോൾസ് 5 പാവകൾ വീതം വെച്ചു അല്ലേ. അപ്പോൾ 5 പാവകൾ വീതം വെക്കുന്ന സമയത്ത് 5 × 6 എത്രയാണ്? 30 ആണ് കിട്ടിയത്. അപ്പോൾ 48 30 മൈനസ് ചെയ്തു 18 ഇവിടെ എഴുതി. ഇനി 18 ഡോൾസ് 18 പാവകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? 2 ഡോൾസ് 2 പാവകൾ വീതം വെച്ചു. അപ്പോൾ 2 × 6 12 കിട്ടി. അപ്പോൾ 18 12 മൈനസ് ചെയ്തു 6 ആയി. ഇനി എന്ത് ചെയ്തു? മൂന്നാമത് ഓരോ പാവകൾ വീതം വെച്ചു അല്ലേ. അപ്പോൾ 1. അപ്പോൾ എത്രയാണ്? 0 ആയി അല്ലേ. അപ്പോൾ 0 ആകുന്നവർ കാണുക. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ആൻസർ? 48 / 6 5 + 2 + 1 8 ആണ് ആൻസർ. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഹരണം ചെയ്യേണ്ടത്, ഡിവിഷൻ ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഫ്രൂട്ട് സലാഡ്. ദി ഓൾസോ മെയ്ഡ് ഫ്രൂട്ട് സലാഡ് ഇൻ ദ ക്യാമ്പ്. അവരങ്ങനെ ക്യാമ്പിൽ ഫ്രൂട്ട് സലാഡും ഉണ്ടാക്കി. ഫോർ ദാറ്റ് 48 ഓറഞ്ചസ് were brought. അതിനുവേണ്ടി അവർ 48 ഓറഞ്ചാണ് വാങ്ങിയത്. ദേ ആർ ടു ബി ഡിവൈഡഡ് ഈക്വലി എമംഗ് 6 ഗ്രൂപ്പ്സ്. ഈ 48 ഓറഞ്ച് അവർ 6 ഗ്രൂപ്പിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ഈച്ച് ഗ്രൂപ്പ് വാസ് ഗിവൺ 6 ഓറഞ്ചസ് ഫസ്റ്റ്. ഓരോ ഗ്രൂപ്പിനും ആദ്യം കൊടുത്തത് 6 ഓറഞ്ചുകൾ വീതമാണ് കൊടുത്തത്. ഹൗ മെനി വർ ഗിവൺ ഇൻ ഓൾ? അപ്പോൾ മൊത്തം എത്രയാണ് കൊടുത്തത്? 6 ഗ്രൂപ്പിനും 6 ഗ്രൂപ്പിനും 6 എണ്ണം വീതം അല്ലേ. അപ്പോൾ 6 × 6 36 നമ്പേഴ്സ് കൊടുത്തു. ഹൗ മെനി ലെഫ്റ്റ്? എത്രയാണ് ബാക്കിയുള്ളതിന്? ഫസ്റ്റിൽ ഉണ്ടായത് 48 ആണ് അല്ലേ. ഈ 48 നിന്ന് എത്ര മൈനസ് ചെയ്യുക?
36 കൊടുത്തല്ലോ, ഓരോ ഗ്രൂപ്പിന് 6 വെച്ച്. അപ്പോൾ 6 × 6 36 കൊടുത്തു. അപ്പോൾ 48 - 36 എത്രയാണ്? 12 നമ്പേഴ്സാണ് ഇനി ബാക്കിയുള്ളത്. ഹൗ എബൌട്ട് ഗിവിങ് 2 ഓറഞ്ചസ് ടു ഈച്ച് ഗ്രൂപ്പ് ഫ്രം ദിസ്? ഇനി ഇതിൽ നിന്ന്, ഈ 12ൽ നിന്ന് 2 ഓറഞ്ച് വീതം ഓരോ ഗ്രൂപ്പിന് കൊടുത്തു കഴിഞ്ഞാലോ? ഹൗ മെനി ഗിവൺ? എത്രയാണ് കൊടുക്കാൻ സാധിക്കുക? 6 × 2 അല്ലേ? ഓരോ ഗ്രൂപ്പിനും 2 വീതം, 6 ഗ്രൂപ്പാണ്. അപ്പോൾ 6 × 2 എത്രയാണ്? 12 നമ്പേഴ്സ് കംപ്ലീറ്റും കൊടുത്തു അല്ലേ? ഇനി ബാക്കി ബാലൻസ് 0 ആയല്ലോ. ഹൗ മെനി ഡിഡ് ഈച്ച് ഗ്രൂപ്പ് ഗെറ്റ് ഇൻ ഓൾ? ഇപ്പം മൊത്തം ഓരോ ഗ്രൂപ്പിനും എത്രയാണ് കിട്ടിയത്? ഫസ്റ്റിൽ 6 കൊടുത്തു, പിന്നെ എത്ര കൊടുത്തു? 2 കൊടുത്തു അല്ലേ? 2 കൊടുത്തു. അപ്പോൾ എത്രയാണ്? 6 + 2 8 നമ്പേഴ്സാണ് കൊടുത്തത്. വെൻ 48 ഓറഞ്ചസ് were divided equally among 6 ഗ്രൂപ്പ്സ്, അതായത് 48 ഓറഞ്ച് 6 ഗ്രൂപ്പിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഹൗ മെനി ഡിഡ് ഈച്ച് ഗ്രൂപ്പ് ഗെറ്റ്? ഓരോ ഗ്രൂപ്പിന് എത്രയായിരിക്കും കിട്ടുക? 8 നമ്പേഴ്സ് അല്ലേ? റൈറ്റ് ദിസ് ഇൻ മാത്തമാറ്റിക്കൽ ടേംസ്. ഇതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? 48 ÷ 6 = 8 തന്നെയാണ് അല്ലേ? അത് തന്നെയാണ് നമ്മൾ മുകളിലും ചെയ്തത്. പക്ഷേ ഇത് മൂന്നാമത്തെ രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ? അതായത് 48നെ 6 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ചെയ്യുന്നത്, കൊടുക്കുന്നത് വേറെ രീതിയിൽ കൊടുക്കുന്നു. ഓക്കെ, സീ ദ പിക്ചർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓറഞ്ചസ്. ഓറഞ്ചസിൻ്റെ വിതരണം ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റിൽ 6 നമ്പേഴ്സ് വീതം 6 ഗ്രൂപ്പിനും കൊടുത്തു. അപ്പോൾ 6 × 6 36 നമ്പേഴ്സ്. ഈ ഉണ്ടായിരുന്ന 48 36 - ചെയ്ത് 12 കിട്ടി. ഇനി 12 2 വീതം കൊടുത്തു 6 ഗ്രൂപ്പിന്. അപ്പോൾ 12 ആയി. 12 - 12 0 ആയി. ഇനി വി റൈറ്റ് ദ കാൽക്കുലേഷൻ, റൈറ്റ് ദിസ്. ഇതിങ്ങനെയാണ് എഴുതുന്നത്. ഇനി നമ്മൾ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 48 എഴുതുക, മുകളിൽ 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 6 മുകളിൽ എഴുതി. ഇനി എന്താണ് നോക്കിയത്? ഈ 48 അതായത് 6 നമ്പേഴ്സ് വീതം കൊടുത്തു അല്ലേ? അപ്പോൾ 6 × 6 36 ആണ്. 48 36 - ചെയ്ത് 12 ആയി അല്ലേ? 12 എന്ത് ചെയ്തു? 2 വെച്ച് കൊടുത്തു. അപ്പം 2 × 6 12 കിട്ടി. മൈനസ് ചെയ്തു, 0 ആയി അല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ? 6 + 2 8 ആണ് ആൻസർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഓൺലി ട്വൈസ്, 2 തവണ മാത്രം. സപ്പോസ് വി ഗേവ് ഓറഞ്ചസ് ഓൺലി 2 times ടു ഈച്ച് ഗ്രൂപ്പ്. നമ്മൾ വിചാരിക്കുക ഈ 48 ഓറഞ്ചുകൾ ഈ 6 ഗ്രൂപ്പിന് 2 തവണ മാത്രമായിട്ടാണ് കൊടുത്തത്. അതായത് നമ്മൾ മുകളിൽ ചെയ്തതൊക്കെ 2ൽ കൂടുതൽ തവണയാണ് കൊടുത്തത്. ഫസ്റ്റിൽ 8 times, അതായത് ഓരോന്നായിട്ട് 8 പ്രാവശ്യം കൊടുത്തു. അങ്ങനെയാണ് 48 ÷ 6 8 കിട്ടിയത്. രണ്ടാമത് നമ്മൾ 3 തവണയായിട്ടാണ് കൊടുത്തത്. ഫസ്റ്റിൽ എത്ര? 5 കൊടുത്തു. നെക്സ്റ്റ് 2 കൊടുത്തു. നെക്സ്റ്റ് 1 വെച്ച് കൊടുത്തു. അപ്പം 3 തവണയായിട്ടാണ് കൊടുത്തത്. ഇവിടെ അങ്ങനെയല്ല, 2 times 2 തവണ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ 48നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റിൽ ചെയ്തിരിക്കുന്നത്? 48 ÷ 6 ആണ്. അപ്പോൾ ഫസ്റ്റിൽ എന്ത് ചെയ്തു? 6 നമ്പേഴ്സ് വെച്ച് കൊടുത്തു അല്ലേ? അപ്പോൾ 36 ആയി. 48 നിന്ന് 36 - ചെയ്തു 12 ആയി. ഇനി 12ന് എന്ത് ചെയ്തു? ഓരോ ഗ്രൂപ്പിന് 2 വെച്ച് കൊടുത്തു. അപ്പോൾ 6 × 2 12 കിട്ടി. 0 ആയി അല്ലേ? അപ്പോൾ 2 times മാത്രമേ കൊടുത്തുള്ളൂ. 6 + 2 8 കിട്ടി അല്ലേ? നെക്സ്റ്റ് അടുത്ത് നമ്മൾ കണ്ടെത്തണം 48 ÷ 6. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 5 നമ്പേഴ്സ് വെച്ച് കൊടുക്കാം. 5 വെച്ച് കൊടുക്കാം. 5 × 6 30 ആയി അല്ലേ? അപ്പോൾ 48 - 30 എത്ര കിട്ടി? 18 കിട്ടി. ഈ 18 എങ്ങനെ കൊടുക്കാം? 3 വെച്ച് കൊടുക്കാം. 3 നമ്പേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ 3 × 6 18 ആയി. 0 ബാലൻസ് ആയി അല്ലേ? 18 - 18 0 ബാലൻസ് ആയി. അപ്പോൾ എത്രയാണ് കൊടുത്തത്? ഫസ്റ്റിൽ 5 കൊടുത്തു, പിന്നെ 3 കൊടുത്തു. 2 times 2 തവണയാണ് കൊടുത്തത്. എത്രയാണ് ആൻസർ? 5 + 3 8 തന്നെയാണ് ആൻസർ അല്ലേ? നെക്സ്റ്റ് എങ്ങനെ കൊടുക്കാം? 48 ÷ 6 തന്നെയാണ്. ഫസ്റ്റിൽ 4 നമ്പേഴ്സ് 4 വെച്ച് കൊടുക്കാം. അപ്പോൾ 4 × 6 24 ആണ്. 48 - 24 24 തന്നെയാണ്. ഇനി 24 വീണ്ടും 4 വെച്ച് കൊടുക്കാം. അപ്പോൾ എത്രയാണ്? 4 × 6 24. എത്രയായി? 0 ആയി അല്ലേ? ബാലൻസ് 24 - 24 0 ആയി. അപ്പോൾ എത്രയാണ്? ഫസ്റ്റിൽ 4 കൊടുത്തു, നെക്സ്റ്റ് 4 കൊടുത്തു. അപ്പോൾ 4 + 4 8 തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് എങ്ങനെ കൊടുക്കാം? ഫസ്റ്റിൽ 7 നമ്പേഴ്സ് 7 വെച്ച് കൊടുക്കാം. അപ്പോൾ 7 × 6 42 ആണ്. 48 - 42 എത്രയാണ്? 6 ആണ്. ഈ ബാക്കിയുള്ള 6 ഓരോന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ 1 × 6 6, 6 - 6 0. അപ്പോൾ എത്ര കൊടുത്തു? ഫസ്റ്റ് 7 കൊടുത്തു, നെക്സ്റ്റ് 1 കൊടുത്തു. അപ്പോൾ 7 + 1 8 തന്നെയാണ് ആൻസർ. അപ്പോൾ 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 ബേസിലും നമ്മൾ 2 times തന്നെയാണ് കൊടുത്തത്. അപ്പോൾ എത്ര തന്നെയാണ് കിട്ടിയത്? 8 തന്നെയാണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് പസിൽ കോർണർ. റൈറ്റ് നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സർക്കിൾ സച്ച് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് ലൈൻ ഈസ് 72. അതായത് ഈ ഓരോ ലൈനിലെയും 3 നമ്പേഴ്സും ഇതിൻ്റെ പ്രൊഡക്റ്റ് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 72 കിട്ടണം. ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും 72 കിട്ടണം. ഇങ്ങനെ ചെയ്താലും 72 കിട്ടണം. അപ്പോൾ ഇവിടെ 2 തന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടാൽ മതി?
ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 36 കിട്ടിയാൽ മതി. അതായത് 72ൻ്റെ പകുതി 36 ആണ്. 36 കിട്ടിയാൽ മതി. ഈ 36 ഈ രണ്ടെണ്ണം ഗുണിച്ചിട്ട് 36 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ 2 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 72 ആകും അല്ലേ. ഇവിടെ അതുപോലെ തന്നെ, അതായത് ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടിയാൽ മതി? 72ൻ്റെ പകുതി 36 കിട്ടിയാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 36 കിട്ടുക എന്ന് നോക്കാം. 9 × 4 36 ആണല്ലേ. അപ്പോൾ 9 4 എഴുതി. അപ്പോൾ 36 × 2 72 ആയി അല്ലേ. ഇനി ഇവിടെ എത്രയാണ് വരിക? ഇവിടെ 9 കൊടുക്കാം, ഇവിടെ 4 എഴുതാം. അപ്പോൾ 9 × 4 36 ആയി. 36 × 2 എത്ര? 72 കിട്ടി അല്ലേ. ഇനി ഇവിടെ എത്ര എഴുതാം? 9ഉം 4ഉം ഉണ്ട്, 36 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് എത്ര എഴുതാം? 2 എഴുതാം അല്ലേ. 72 ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തതും ഇതുപോലെ തന്നെയാണ്. റൈറ്റ് നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സ്ക്വയേഴ്സ് സച്ച് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ 3 നമ്പേഴ്സ് അക്രോസ് ആൻഡ് ഡൗൺ ഈസ് 72. അതായത് ഇങ്ങനെ ഈ 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 72 കിട്ടണം. ഇത് ഡൗൺ ആയിട്ട് താഴോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താലും 72 കിട്ടണം. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ ചെയ്ത പോലെ തന്നെയാണ്. അതായത് ഈ രണ്ട് ബോക്സിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിച്ചാൽ 36 കിട്ടുന്ന രണ്ട് നമ്പർ കണ്ടെത്തിയാൽ മതി. അതിനെ 36നെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 72 ആവും അല്ലേ. അതായത് 72ൻ്റെ പകുതിയാണ് 36. അപ്പോൾ ഇവിടെ നമ്മൾ അത് കണ്ടാൽ മതി. എന്താണ്? 72ൻ്റെ പകുതി കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടാൽ മതി അല്ലേ. അപ്പോൾ 72ൻ്റെ പകുതി എത്രയാണ്? 36 ആണ്. ഇവിടെ 6 എഴുതാം, ഇവിടെ 6 എഴുതാം. 6 × 6 36 ആയി. ഈ 36നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാകും? 72 ആകും. ഇനി ഇവിടെ എത്ര കൊടുക്കാം? 9 കൊടുക്കാം, ഇവിടെ 4 കൊടുക്കാം അല്ലേ. 9 × 4ഉം 36 ആണ്. 36 × 2 എത്രയായി? 72 ആയി അല്ലേ. ഓക്കെ, ഇനി ക്യാൻ യു ഡു ഇറ്റ് ഇഫ് ദ മിഡിൽ നമ്പർ ഈസ് 3 or 4? അതായത് ഇവിടെ നടുക്ക് ഇപ്പോൾ മിഡിൽ നമ്പർ 2 ആണല്ലോ ഉള്ളത്. അതിന് പകരം 3 ആക്കിയിട്ട് എഴുതുക, പിന്നെ 4 ആക്കിയിട്ടും എഴുതുക. അപ്പോൾ നമ്മളിവിടെ മിഡിൽ നമ്പർ നടുക്കള നമ്പർ 2 ആക്കിയ സമയത്ത് എന്താണ് ചെയ്തത്? അതായത് 72ൻ്റെ പകുതി 72 / 2 ആണ് കണ്ടത് അല്ലേ. അതായത് 36. ഈ അറ്റത്തുള്ള രണ്ട് നമ്പർ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടുന്ന നമ്പറാണ് നമ്മൾ എടുത്തത്. ഇനി ഇവിടെ 3 എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? 72 / 3 ആണ് കാണേണ്ടത്. അപ്പോൾ 72 / 3 എത്രയാണ്? 24 ആണ്. അപ്പോൾ ഈ രണ്ട് നമ്പറും തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് 24 കിട്ടുന്ന രണ്ട് നമ്പേഴ്സാണ് എഴുതേണ്ടത്. ഇവിടെയും അതുപോലെ തന്നെ. അപ്പോൾ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 ആകും? 6 × 4 എഴുതാം, പിന്നെ 8 × 3 എഴുതാം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 6 × 4 എത്രയാണ്? 24 ആണ്. 24 × ഇവിടെ 3 ആണ്. 24 × 3 എത്രയാണ്? 72 ആണ് അല്ലേ. ഇനി അതുപോലെ തന്നെ 8 × 3 24 ആണ്. 24 × 3 72 ആണ്. ഓക്കെ, ഇനി ഇവിടെ 4 എഴുതുന്ന സമയത്ത് 72 / 4 ആണ് കാണേണ്ടത്. അപ്പം 72നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 ആണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 18 കിട്ടുന്ന രണ്ട് നമ്പേഴ്സാണ് എഴുതേണ്ടത്. ഇവിടെയും അതുപോലെ തന്നെ. അപ്പോൾ 18 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതാണ്? 6 × 3 എഴുതാം, പിന്നെ 9 × 2 എഴുതാം അല്ലേ. അപ്പോൾ എത്രയായി? 6 × 3 18 ആണ്. 18 × 4 72 ആയി. അതുപോലെ തന്നെ 9 × 2 18 ആണ്. 18 × 4 72 ആയി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് മേക്കിംഗ് ചോക്സ്. ദ വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് മെയ്ഡ് ചോക്സ് ആൻഡ് ദെൻ പാക്ഡ് ഇൻ ടു ബോക്സസ് ഓഫ് 10. പ്രവൃത്തി പരിചയ ക്ലബ്ബിലെ കുട്ടികൾ ചോക്ക് ഉണ്ടാക്കി, എന്നിട്ട് അവർ പാക്ക് ചെയ്തു. എങ്ങനെയാണ്? ഒരു ബോക്സിൽ 10 വെച്ചിട്ടാണ് പാക്ക് ചെയ്തത്. ദർ ആർ 9 ബോക്സസ് ആൻഡ് 6 ചോക്സ്. അങ്ങനെയുള്ള 9 പെട്ടികളും പിന്നെ 6 ചോക്കുകൾ എക്സ്ട്രായും ഉണ്ട്. ദിസ് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി എമംഗ് 8 ക്ലാസ്സസ്. ഇതെന്ത് ചെയ്യണം? 8 ക്ലാസ്സിലേക്ക് തുല്യമായിട്ട് വീതിക്കണം. ഏത്? ഈ 9 പെട്ടികളും 6 ചോക്കും. അതായത് 9 പെട്ടികൾ, ഒരു പെട്ടിയിൽ 10 അല്ലേ. അപ്പോൾ 9 × 10 എത്രയാണ്? 90. പിന്നെ എത്രയുണ്ട്? എക്സ്ട്രാ 6 ഉണ്ട് അല്ലേ. അപ്പോൾ 90 + 6 മൊത്തം 96 ചോക്കാണ് ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യണം? 8 ക്ലാസ്സിലേക്ക് തുല്യമായിട്ട് വീതിക്കണം. ഹൗ മെനി ചോക്സ് ഡിഡ് ഈച്ച് ക്ലാസ് ഗെറ്റ്? അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും എത്ര ചോക്കാണ് കിട്ടുക അതാണ് കാണേണ്ടത്. അപ്പോൾ ജാൻവി എങ്ങനെയാണ് ചെയ്തത് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റിൽ എന്ത് ചെയ്തവൾ? ഹൗ മെനി ചോക്സ് ഇൻ 9 ബോക്സസ് ഓഫ് 10 ഈച്ച്? 9 പെട്ടികളിൽ, അതായത് ഒരു പെട്ടിയിൽ 10 ആണുള്ളത്, 10 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള 9 പെട്ടികളാകുമ്പോൾ എത്ര ചോക്ക് ഉണ്ടാകും? 9 × 10 90 ചോക്സ് ഉണ്ടാകും അല്ലേ. ടുഗദർ വിത്ത് 6 മോർ ഹൗ മെനി ചോക്സ് ഇൻ ഓൾ? അപ്പോൾ ഈ 90ൻ്റെ കൂടെ 6 കൂടി കൂട്ടണം അല്ലേ. അതായത് 6 എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 90 + 6 എത്രയാണ്? 96 ആണ് ഉണ്ടാവുക അല്ലേ. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ചോക്സ് ഈച്ച് ക്ലാസ് ഗോട്ട്. ഹൗ ഡു വി ഡു ഇറ്റ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 96 ചോക്കാണല്ലോ മൊത്തം ഉള്ളത്. അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും എത്ര ചോക്കാണ് കിട്ടിയത് അത് കാണണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണത് കാണുക? ഈ 96നെ എന്ത് ചെയ്താൽ മതി? 8 ക്ലാസ് ആണുള്ളത്. അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ജാൻവി എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. അവൾ എന്ത് ചെയ്തു? ഇഫ് 1 ബോക്സ് ഓഫ് ചോക്ക് ഈസ് ഗിവൺ ടു ഈച്ച് ക്ലാസ് ഹൗ മെനി ചോക്സ് ആർ ഗിവൺ? അതായത് ഓരോ ക്ലാസ്സിലേക്കും ഒരു ബോക്സ് ചോക്ക് വീതം കൊടുത്താണെങ്കിൽ എത്ര ചോക്കായിരിക്കും കിട്ടുക?
അപ്പോൾ 8 ക്ലാസ്സാണ് ഉള്ളത്. ഓരോ ക്ലാസ്സിലേക്കും ഓരോ ബോക്സ് വീതം എന്ന് വെച്ചാൽ 10 നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ 8 × 10 80 നമ്പേഴ്സ് കൊടുത്തു അല്ലേ. ഹൗ മെനി ചോക്സ് ആർ ലെഫ്റ്റ്, എത്ര ചോക്കാണ് ഇനി ബാക്കിയുള്ളത്? മൊത്തം 96 ആണ് ഉള്ളത്. അതിൽ നിന്ന് 80 കൊടുത്തു, ബാക്കി എത്ര ഉള്ളത്? 16 ആണ് ബാക്കിയുള്ളത് അല്ലേ. 16. ഇഫ് ദീസ് ആർ ഈക്വലി ഡിവൈഡഡ് എമംഗ് ദ 8 ക്ലാസ്സസ് ഹൗ മെനി വുഡ് ഈച്ച് ഗെറ്റ്. ഇനി ഇത് ഈ 16 നമ്പേഴ്സ് ഓരോ ക്ലാസ്സിലേക്കും, അതായത് 8 ക്ലാസ്സസ് ഉണ്ടല്ലോ, 8 ക്ലാസ്സിലേക്കും തുല്യമായിട്ട് വീതിച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും കിട്ടുക? അതായത് 16 / 8 എത്രയാണ്? 2 നമ്പേഴ്സ് അല്ലേ. വി ക്യാൻ തിങ്ക് ലൈക്ക് ദിസ്. നിങ്ങൾക്കിത് എങ്ങനെ വിചാരിക്കാം? 10 ചോക്സ് ടു ഈച്ച് ഓഫ് 8 ക്ലാസ്സസ് മേക്ക് 80 ചോക്സ്. അതായത് 10 ചോക്ക് വീതം 8 ക്ലാസ്സിലേക്ക് കൊടുത്തു, അപ്പോൾ 80 ആയി. 16 ചോക്സ് ലെഫ്റ്റ്, ബാക്കി 16 ചോക്കാണുള്ളത്. അതെന്ത് ചെയ്തു? 2 ടു ഈച്ച് ക്ലാസ് മേക്സ് 16. രണ്ടെണ്ണം വെച്ചിട്ട് ഓരോ ക്ലാസ്സിലേക്ക് കൊടുത്തു, 16 എണ്ണായി. അപ്പോൾ 96 / 8 എത്രയാണ്? ഫസ്റ്റിൽ 10 കൊടുത്തു, പിന്നെ 2 കൊടുത്തു. 10 + 2 12 ആണ് ആൻസർ അല്ലേ. വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. എങ്ങനെയാണ് ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 96 / 8 അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ 10 നമ്പേഴ്സ് വെച്ച് കൊടുത്തു, അപ്പോൾ 10 × 8 80 ആയി. 96 നിന്ന് 80 മൈനസ് ചെയ്ത് 16 കിട്ടി. ഇനി 16 ബാക്കി വരുമ്പോൾ എന്ത് ചെയ്തു? 8 ക്ലാസ്സിലേക്ക് രണ്ടെണ്ണം വെച്ചിട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ 2 × 8 16 ആയി. 16 - 16 0 ആയി അല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ്? 10 + 2 12 ആണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് പസിൽ കോർണർ. ഇൻ മൈ ബാഗ് ദർ ആർ സം മാംഗോസ്. എൻ്റെ ബാഗിൽ കുറച്ച് മാങ്ങകളുണ്ട്. ഐ ഗേവ് ഹാഫ് ഓഫ് ദം ടു മൈ അങ്കിൾ. അതിൻ്റെ പകുതി ഞാൻ എൻ്റെ അങ്കിളിന് കൊടുത്തു. ഗേവ് ഹാഫ് ഓഫ് ലെഫ്റ്റ് ടു മൈ ഫ്രണ്ട്. അതിൻ്റെ പകുതി, അതായത് ഇവിടെ ശ്രദ്ധിക്കണം, ആദ്യം ബാഗിൽ കുറച്ച് മാങ്ങകളുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങകൾ പകുതിയാക്കിയിട്ട് ഒരു പകുതി അങ്കിളിന് കൊടുത്തു. അപ്പോൾ ബാക്കി പകുതി അങ്ങനെ തന്നെയല്ല ഫ്രണ്ടിന് കൊടുത്തത്, ബാക്കി പകുതി വീണ്ടും പകുതിയാക്കിയിട്ട് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. 5 മാംഗോസ് റിമൈൻഡ്. 5 മാങ്ങകൾ ബാക്കി വന്നു. ആൻഡ് ഗേവ് ദം ടു ദ നൈബർ. അത് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ അയൽവാസിക്ക് കൊടുത്തു. ഹൗ മെനി മാംഗോസ് ഐ ഹാഡ് അറ്റ് ദ ബിഗിനിങ്. അപ്പം ആദ്യം എൻ്റെ കൈവശം എത്ര മാങ്ങകളായിരുന്നു ഉണ്ടായത്, അതായത് ബാഗിൽ എത്ര മാങ്ങകളാണ് ആദ്യം ഉണ്ടായത് അതാണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെ കാണാം നമുക്ക്? ഇവിടെ 5 മാങ്ങകൾ, 5 മാംഗോസ് റിമൈൻഡ്, 5 മാങ്ങകൾ ബാക്കി ഉണ്ടായതാണ് നെയ്ബറിന് കൊടുത്തത് അല്ലേ. അപ്പോൾ ഈ 5 മാംഗോസ് തന്നെ ആയിരിക്കും ആർക്കും കൊടുത്തിട്ടുണ്ടാവുക? ഫ്രണ്ടിനും കൊടുത്തിട്ടുണ്ടാവുക അല്ലേ. കാരണം എന്താണ്? ആദ്യം ബാഗിൽ ഉണ്ടായിരുന്ന മാങ്ങകൾ അത് പകുതിയാക്കിയിട്ട് ഒരു പകുതിയാണ് അങ്കിളിന് കൊടുത്തത്. അപ്പോൾ ബാക്കി വരുന്ന പകുതി വീണ്ടും പകുതിയാക്കിയിട്ട് ഫ്രണ്ടിന് കൊടുത്തു. അപ്പം അതിൻ്റെ ഒരു ഭാഗം, അതായത് പകുതിയാക്കിയതിൻ്റെ ബാക്കി പകുതി ഉണ്ടാവുമല്ലോ, അതാണ് ഈ 5 എണ്ണമാണ് ആർക്ക് കൊടുത്തത്? നൈബറിന് കൊടുത്തത്. അപ്പോൾ നൈബറിന് കൊടുത്ത അതേ എണ്ണം തന്നെയാണ് ഫ്രണ്ടിനും കൊടുത്തത് അല്ലേ. അപ്പോൾ 5 ആണ് ഫ്രണ്ടിന് കൊടുത്തത്. ഫ്രണ്ടിന് കൊടുത്തതിൻ്റെ ഇരട്ടി എത്രയാണ്? 10 ആണ്. അപ്പോൾ ഈ 10 നമ്പേഴ്സ് ആയിരിക്കും ആർക്ക് കൊടുത്തിട്ടുണ്ടാവുക? അങ്കിളിന് കൊടുത്തിട്ടുണ്ടാവുക അല്ലേ. അതായത് കാരണം എന്താണ്? അങ്കിളിന് കൊടുത്തതിൻ്റെ ബാക്കി പകുതിയാണല്ലോ പകുതിയാക്കിയിട്ട് ആർക്ക് കൊടുത്തത്? ഫ്രണ്ടിന് കൊടുത്തത്. അപ്പോൾ 5 ആയി. ഈ 5ൻ്റെ ഇരട്ടി ആയിരിക്കും അപ്പം അങ്കിളിന് കൊടുത്തത്. അപ്പോൾ ബാഗിൽ എത്ര ആയിരിക്കും? ഇതിൻ്റെ ഡബിൾ അല്ലേ, 10ൻ്റെ ഡബിൾ 20 ആയിരിക്കും ബാഗിൽ ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ എത്രയാണ്? 20 നമ്പർ ഓഫ് മാംഗോസ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് കളർ പെൻസിൽ. ഇഷാൻ ബോട്ട് 20 കളർ പെൻസിൽസ് ഫ്രം മേന്മ സ്റ്റോർ. ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 4 rupees. ഇഷാൻ 20 കളർ പെൻസിൽ മേന്മ സ്റ്റോറിൽ വാങ്ങി. ഒരു കളർ പെൻസിലിൻ്റെ വില 4 rupees ആണ്, 4 രൂപയാണ്. ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ്. അപ്പോൾ എത്രയാണ് അവന് ചിലവായത്? എത്രയാണ്? 20 കളർ പെൻസിൽ വാങ്ങി, ഒരു പെൻസിലിന് 4 rupees ആണ്. അപ്പോൾ എത്രയാണ്? 20 × 4 2 × 4 8 ആണ്. പിന്നെ 0 കൊടുക്കുക അല്ലേ. 80 rupees ആണ്. ശ്രദ്ധ ബോട്ട് കളർ പെൻസിൽ ഫോർ 76 rupees. ശ്രദ്ധ 76 രൂപയ്ക്ക് കളർ പെൻസിൽ വാങ്ങി. ഹൗ മെനി ഡിഡ് ഷീ ബൈ. അപ്പം എത്ര എണ്ണ ആയിരിക്കും അവൾ വാങ്ങിയിട്ടുണ്ടാവുക? അപ്പോൾ എങ്ങനെ കാണാം? 76 rupeesന് 76 രൂപയ്ക്കാണ് കളർ പെൻസിൽ വാങ്ങിയത് അല്ലേ. ഒരു കളർ പെൻസിലിന് 4 rupees ആണ്. അപ്പോൾ 76 / 4 എത്രയാണെന്ന് കാണണം അല്ലേ. 76 / 4. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് 10 പെൻസിൽ വാങ്ങിയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ 10 പെൻസിൽ 10 പെൻസിൽ വാങ്ങിക്കഴിഞ്ഞാൽ 10 × 4 എത്രയാണ്? 40 rupees ആകും അല്ലേ. 40 rupees. 76 നിന്ന് 40 മൈനസ് ചെയ്യുക. അപ്പോൾ ബാക്കി എത്രയാണ്? 36 ആണ്. ഈ 36 rupeesന് എത്ര പെൻസിൽ വാങ്ങാൻ പറ്റും? അതായത് 4ന് എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 36 കിട്ടുക? 9 അല്ലേ. അപ്പോൾ 9 × 4 ആണ് 36. 36 - 36 0 ആയി അല്ലേ. ഓക്കെ. അപ്പോൾ എത്രയാണ് വാങ്ങിയത്? 10 + 9 പെൻസിലാണ് വാങ്ങിയത് അല്ലേ. 19 പെൻസിൽ അല്ലേ. ഓക്കെ. നെക്സ്റ്റ് മെൻ്റൽ മാത്ത്. 80 / 4 20 ആണ്. 80 - 4, അതായത് ഒരു 4 ഇതിൽ നിന്ന് കുറച്ചു. അപ്പോൾ 76 കിട്ടി. ഈ 76നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 20 നിന്ന് 1 കുറയും. അപ്പോൾ എത്രയാണ്? 19 ആണ്. അതുപോലെ തന്നെ 60 / 3 20 ആണ്. ഈ 60 നിന്ന് ഒരു 3 കുറച്ചു, അപ്പോൾ 57 കിട്ടി. ഈ 57നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 20 നിന്ന് 1 കുറയും. അപ്പോൾ 19 ആയിരിക്കും. ഇനി 60 / 6 10 ആണ്.
ഈ 60 ഒരു 6 കുറച്ച് 54 ആയി. ഈ 54നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 10 എന്ന് 1 കുറയും. അപ്പോൾ എത്രയായിരിക്കും? 9 ആയിരിക്കും. ഇനി 80 ഡിവൈഡ് ബൈ 4 20 ആണ്. 80 പ്ലസ് 4 ഒരു 4 കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 84 ആയിരിക്കും. ഈ കൂട്ടി കിട്ടിയ 84നെ വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 20ന്ന് 1 കുറയുകയല്ല, 1 കൂടും. അപ്പോൾ എത്രയായിരിക്കും? 21 ആയിരിക്കും. ഇനി 60 ഡിവൈഡ് ബൈ 3 20 ആണ്. 60 പ്ലസ് 3 ഒരു 3 കൂടുന്നു. അപ്പോൾ എത്രയാകും? 63 ആകും. ഈ 63നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20ൻ്റെ കൂടെ 1 കൂടും. അപ്പോൾ 21 ആയിരിക്കും. 60 ഡിവൈഡ് ബൈ 3 20 ആണ്. 60 പ്ലസ് 9 3 3 കൂട്ടുന്നു. അപ്പോൾ എത്രയാണ്? 69 ആണ്. ഈ 3 3 കൂട്ടി കിട്ടിയ ഈ 69 ഡിവൈഡ് ബൈ 6 എത്ര ആയിരിക്കും? ഈ 20ൻ്റെ കൂടെ 3 കൂട്ടുക. അപ്പോൾ 23 ആയിരിക്കും. ഇനി 60 ഡിവൈഡ് ബൈ 6 എത്രയാണ്? 10 ആണ്. 60 പ്ലസ് 12 അതായത് 2 6 കൂട്ടി എത്രയായിരിക്കും? 72 ആയിരിക്കും. ഈ 72നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും? ഈ 10ൻ്റെ കൂടെ 2 കൂട്ടുക. അപ്പോൾ എത്രയാണ്? 12 ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 80 ഡിവൈഡ് ബൈ 8 10 ആണ്. ഈ 80ൻ്റെ കൂടെ 2 8 16 കൂട്ടി അപ്പോൾ 96 കിട്ടി. 96നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 10ൻ്റെ കൂടെ 2 കൂടും. അപ്പോൾ 12 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബിൽ. ബില്ല് പൂരിപ്പിക്കുക. സിയൂദ് ആൻഡ് ആദി ബോട്ട് തിങ്സ് ഓഫ് ദ സെയിം പ്രൈസ് ഫ്രം ദ സ്കൂൾ സ്റ്റോർ. സിയൂദും ആദിയും സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ വിലയുള്ള സാധനങ്ങൾ വാങ്ങി. ദെയർ ബിൽസ് ആർ ഷോൺ ബിലോ. അവരുടെ ബില്ലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സം നമ്പേഴ്സ് ഇൻ ആദീസ് ബിൽ ഗോട്ട് എറേസ്ഡ്. ആദിയുടെ ബില്ലിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മാഞ്ഞു പോയിട്ടുണ്ട്. ക്യാൻ യു ഫൈൻഡ് ദം? നിങ്ങൾക്കത് കണ്ടെത്തിയിട്ട് അത് പൂരിപ്പിക്കാനാണ്. അപ്പോൾ സിയൂദ് എന്തൊക്കെയാണ് വാങ്ങിയത്? നോട്ട്ബുക്ക് 4 നമ്പേഴ്സ് വാങ്ങി 72 റുപ്പീസായി. ചാർട്ട് 6 നമ്പേഴ്സ് വാങ്ങി 30 റുപ്പീസായി. പെന്നിന് 8 നമ്പേഴ്സിന് 72 റുപ്പീസാണ്. സ്കെയിലിന് 10 നമ്പേഴ്സിന് 60 റുപ്പീസാണ്. ഇനി ആദിയുടെ ബില്ലിൽ ആദ്യ പെന്ന് 6 നമ്പേഴ്സ് വാങ്ങി. അപ്പോൾ അതിൻ്റെ വില നമ്മൾ കണ്ടെത്തണം അല്ലേ? അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താം? ഇവിടെ സിയൂദിൻ്റെ ബില്ല് നോക്കിയാൽ മതി അല്ലേ? അവിടെ റേറ്റ് ഉണ്ടല്ലോ, രണ്ടാളുടെയും റേറ്റ് വില സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ സിയൂദ് 8 പെന്ന് വാങ്ങിയിട്ട് 72 രൂപയാണ് ആയത്. അപ്പോൾ ഒരു പെന്നിന് എത്രയായിരിക്കും വില? 72 ഡിവൈഡ് ബൈ 8 കണ്ടാൽ മതി. എത്രയാണ്? 9 ആണ്. അപ്പോൾ ഒരു പെന്നിന് 9 റുപ്പീസാണ്. അപ്പം ആദിയുടെ 6 പെന്നിന് എത്രയായിരിക്കും? 6 × 9 54 റുപ്പീസ് ആയിരിക്കും അല്ലേ? ഇനി അതുപോലെ തന്നെ സ്കെയിലിൻ്റെ വില. സ്കെയിൽ 3 നമ്പേഴ്സാണ് ആദ്യം വാങ്ങിയത്. അപ്പോൾ സ്കെയിലിൻ്റെ വില കാണാൻ വേണ്ടി സിയൂദിൻ്റെ ബില്ല് നോക്കുക. 10 സ്കെയിൽസിന് 60 റുപ്പീസാണ്. 10 സ്കെയിലിന് 60 രൂപയാണെങ്കിൽ ഒരു സ്കെയിലിന് എത്രയായിരിക്കും? 60 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 6 റുപ്പീസാണ്. അപ്പം 3നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 6 18 റുപ്പീസാണ് സ്കെയിലിനാവുക. ഇനി നോട്ട്ബുക്ക് 5 നമ്പേഴ്സ് അല്ലേ? നോട്ട്ബുക്കിൻ്റെ റേറ്റ് നോക്കുക. 4 നോട്ട്ബുക്കിന് 72 രൂപയാണ്. അപ്പോൾ ഒരു നോട്ട്ബുക്കിന് 72 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 18 റുപ്പീസാണ്. 18 ആണ്. അപ്പോൾ 5 നോട്ട്ബുക്കിന് 5 × 18 5 ഗുണിക്കണം 18 എത്രയാണ്? 90 റുപ്പീസാണ്. ഇനി ചാർട്ടിന് 6 ചാർട്ടിന് 30 രൂപയാണ്. അപ്പോൾ ഒരു ചാർട്ടിന് എത്രയായിരിക്കും? 30 ഡിവൈഡ് ബൈ 6 30 ഹരിക്കണം 6 എത്രയാണ്? 5 റുപ്പീസാണ് അല്ലേ? അപ്പം 8 ചാർട്ടിന് എത്രയായിരിക്കും? 8 × 5 40 റുപ്പീസാണ് അല്ലേ? ഇനി ടോട്ടൽ ചെയ്യാം. 54 പ്ലസ് 18 പ്ലസ് 90 പ്ലസ് 40 എത്രയാണ്? നിങ്ങൾ കൂട്ടി നോക്കുക. ടോട്ടൽ 202 റുപ്പീസാണ് കിട്ടുന്നത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അങ്കിൾ പരമൂസ് ഫ്രൂട്ട് ഷോപ്പ്. സോ മെനി ഫ്രൂട്ട്സ് ഇൻ അങ്കിൾ പരമൂസ് ഫ്രൂട്ട് ഷോപ്പ്. അങ്കിൾ പരമുവിൻ്റെ ഫ്രൂട്ട് ഷോപ്പിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിൾ 35 നമ്പേഴ്സ്, ഓറഞ്ച് 36 നമ്പേഴ്സ് ഉണ്ട്, മാംഗോ 50 നമ്പേഴ്സ് ഉണ്ട്, പൈനാപ്പിൾ 32 നമ്പേഴ്സ് ഉണ്ട്. അങ്കിൾ പരമു ഈസ് അറേഞ്ചിങ് ദ ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ ദ ടേബിൾ. അങ്കിൾ പരമു ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് അനുസരിച്ചാണ്. ആപ്പിൾസ് ഈക്വലി ഡിവൈഡ് ഇൻറ്റു 7 ട്രേസ്. ആപ്പിൾ 7 ട്രേയിൽ ഒരുപോലെ അറേഞ്ച് ചെയ്തു. ഹൗ മെനി ഇൻ ഈച്ച് ട്രേ? അപ്പോൾ എത്രയായിരിക്കും? ആപ്പിൾ ഉള്ളത് 35 ആണ്. അപ്പോൾ 35 7 ട്രേയിലാണ് അല്ലേ? അപ്പോൾ 35 ഡിവൈഡ് ബൈ 7 എത്രയാണ്? 5 ആണ് അല്ലേ? ഇനി ഓറഞ്ചസ് ഈക്വലി ഡിവൈഡ് ഇൻറ്റു 6 ട്രേസ്. ഓറഞ്ച് ഒരുപോലെ 6 ട്രേയിലാണ് വെച്ചത്. ഹൗ മെനി ഇൻ ഈച്ച് ട്രേ? അപ്പോൾ ഒരു ട്രേയിൽ എത്രയായിരിക്കും? ഓറഞ്ച് ഉള്ളത് എത്രയാണ്? 36 ആണ് അല്ലേ? 36 ആണ്. അപ്പോൾ 36 6 ട്രേയിൽ 36 ഡിവൈഡ് ബൈ 6 എത്രയാണ്? 6 ആണ് അല്ലേ? അതായത് 6 × 6 ആണ് 36 അല്ലേ? ഓക്കെ. നെക്സ്റ്റ് മാംഗോസ് ഡിവൈഡ് ഇൻറ്റു പൈൽസ് ഓഫ് 5. ഹൗ മെനി ഇൻ ഈച്ച് പൈൽ? മാംഗോസ് 5കളുടെ കൂട്ടമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? മാംഗോസ് ഉള്ളത് 50 ആണ് അല്ലേ? അപ്പോൾ 50 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 10 ആണ് അല്ലേ? അതായത് 10 × 5 ആണല്ലോ 50. ഇങ്ങനെ കണ്ടാൽ മതി. നെക്സ്റ്റ് പൈനാപ്പിൾ ഹങ്ങപ്പ് ഇൻ ബഞ്ചസ് ഓഫ് 4. ഹൗ മെനി ഇൻ ഈച്ച് ബഞ്ച്? പൈനാപ്പിൾ 4കളുടെ കൊലകളായിട്ടാണ് തൂക്കിയിരിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും ഒരു ബഞ്ചിൽ ഉണ്ടാവുക? പൈനാപ്പിൾ എത്രയാണുള്ളത്? 32 അല്ലേ? അപ്പോൾ 32 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 8 നമ്പേഴ്സാണ് ഒരു ബഞ്ചിൽ ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് റൈസ് ഡിസ്ട്രിബ്യൂഷൻ, അരി വിതരണം. ചിൽഡ്രൻ ഓഫ് പട്ടുമല സ്കൂൾ ആർ ഗിവൺ 5 kilograms ഓഫ് റൈസ് ഈച്ച് ഫോർ ഓണം. പട്ടുമല സ്കൂളിലെ കുട്ടികൾക്ക് ഓണത്തിന് 5 കിലോഗ്രാം വീതം ഒരു കുട്ടിക്ക് അരി കൊടുക്കേണ്ടതുണ്ട്. 37 sacks ഓഫ് റൈസ് ഈച്ച് വിത്ത് 50 kilograms ഹാവ് റീച്ച്ഡ് ദ സ്കൂൾ. 37 ചാക്ക് അരി ഒരു ചാക്കിൽ 50 കിലോഗ്രാം വീതം എത്തിയിട്ടുണ്ട്.
ടു ഹൗ മെനി ചിൽഡ്രൻ റൈസ് ക്യാൻ ബി ഗിവൺ? എത്ര കുട്ടികൾക്ക് അരി കൊടുക്കാൻ സാധിക്കും? അതാണ് കാണേണ്ടത്. ഹൗ ഡു വി കാൽക്കുലേറ്റ്? നമ്മൾക്ക് എങ്ങനെ കണക്കാക്കാം? ഫസ്റ്റിൽ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഈസ് ഗിവൺ ടു വൺ ചൈൽഡ്? ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട അരി എത്രയാണ്? 5 കിലോ അല്ലേ. ഇനി ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഇൻ ഈച്ച് സാക്ക്? ഒരു ചാക്കിൽ എത്ര കിലോ അരിയാണുള്ളത്? 50 കിലോ ആണെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ്, ദിസ് ക്യാൻ ബി ഗിവൺ ടു ഹൗ മെനി ചിൽഡ്രൻ? ഈ ഒരു സാക്കിലുള്ള അരി എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും? അതായത് 50 കിലോ അരി അല്ലേ. അപ്പോൾ 50 കിലോ റൈസ് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും? ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് 5 കിലോ ആണ്. അപ്പോൾ 50 കിലോ 50 ഡിവൈഡ് ബൈ 5 എത്ര കുട്ടികൾക്ക് കൊടുക്കാം? 10 ചിൽഡ്രൻസിന് കൊടുക്കാം. നെക്സ്റ്റ്, ഹൗ മെനി സാക്സ് ഓഫ് റൈസ് ആർ ദർ? എത്ര ചാക്ക് അരിയാണുള്ളത്? 37 സാക്സ് ആണ്. 37 ചാക്ക് അരിയാണ് ഉള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ചിൽഡ്രൻ ഇൻ ഓൾ ക്യാൻ ബി ഗിവൺ റൈസ്? മൊത്തം എത്ര കുട്ടികൾക്ക് അരി കൊടുക്കാൻ സാധിക്കും? അപ്പോൾ ഉള്ളത് 37 സാക്കാണ്. അപ്പം ഒരു ചാക്കിലുള്ള അരി എത്ര കുട്ടികൾക്ക് കൊടുക്കാം? 10 ചിൽഡ്രന് കൊടുക്കാം. അപ്പം 37 ചാക്കുള്ള അരി 37 ഇൻറ്റു 10 അല്ലേ. എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? 370 ചിൽഡ്രൻസിന് കൊടുക്കാൻ സാധിക്കും. ഓക്കെ. നെക്സ്റ്റ്, ഗൂസ്ബെറീസ്. മിലാദ് ആൻഡ് വാസു ആർ ഫ്രണ്ട്സ്. മിലാദും വാസുവും കൂട്ടുകാരാണ്. മിലാദ് ബോട്ട് സം ഗൂസ്ബെറീസ്. മിലാദ് കുറച്ച് നെല്ലിക്കകൾ വാങ്ങി. വിച്ച് ഈസ് മോർ ദാൻ 10 ആൻഡ് ലെസ് ദാൻ 16. അതെങ്ങനെയാണ്? 10ൽ കൂടുതലും 16ൽ കുറവും എണ്ണമാണ് വാങ്ങിയത്. ഹി ഗേവ് ഹാഫ് ഓഫ് ദം ടു വാസു. അവൻ അതിൻ്റെ പകുതി വാസുവിന് കൊടുത്തു. വാസു ഡിസ്ട്രിബ്യൂട്ടഡ് ദ ഗൂസ്ബെറീസ് ഈക്വലി ബിറ്റ്വീൻ ഹിസ് 2 ചിൽഡ്രൻ. വാസു അവൻ്റെ 2 കുട്ടികൾക്ക് അത് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. ആൻഡ് മിലാദ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം ഈക്വലി ബിറ്റ്വീൻ ഹിസ് 3 ചിൽഡ്രൻ. മിലാദ് അവന് കിട്ടിയത് അവൻ്റെ 3 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. ഹൂ ഗോട്ട് മോർ ഗൂസ്ബെറീസ്? ആർക്കാണ് കൂടുതൽ നെല്ലിക്കകൾ കിട്ടിയത്? വാസൂസ് ചിൽഡ്രൻ ഓർ മിലാസ് ചിൽഡ്രൻ? വാസുവിൻ്റെ കുട്ടികൾക്കാണോ മിലാദിൻ്റെ കുട്ടികൾക്കാണോ? ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ വാട്ട് ഓൾ നമ്പേഴ്സ് ക്യാൻ ബി ദ നമ്പർ ഓഫ് ഗൂസ്ബെറീസ് മിലാദ് ബോട്ട്? മിലാദ് വാങ്ങിയ നെല്ലിക്കകളുടെ എണ്ണം ഏതൊക്കെ ആകാൻ സാധ്യതയുണ്ട്? അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മോർ ദാൻ 10 ആൻഡ് ലെസ് ദാൻ 16 അല്ലേ. അപ്പം 10ൽ കൂടുതലും 16ൽ കുറവുമുള്ള എണ്ണമാണ്, സംഖ്യയാണ് വാങ്ങിയത് അല്ലേ. അപ്പോൾ 10ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ 11, 12, 13, 14, 15. ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണം ആകാം അല്ലേ. ഇനി ഇതിൽ തന്നെ ഇത് രണ്ടാളും പകുതിയായിട്ട് വാങ്ങിയിട്ട് പകുതിയായിട്ട് എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ പകുതിയാക്കാൻ പറ്റുന്ന സംഖ്യകൾ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റൂ. അപ്പോൾ 11 ഹാഫ് ആക്കാൻ പറ്റില്ല, 13 പറ്റില്ല, 15 പറ്റില്ല. അപ്പോൾ ഏതൊക്കെ ആകാനാണ് സാധ്യത? 12 14. ഇനി ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 14 എടുത്തു കഴിഞ്ഞാൽ 14ൻ്റെ പകുതി എത്രയാണ്? 7 ആണ് അല്ലേ. 7 അതായത് മിലാദിന് 7 കിട്ടും, വാസുവിന് 7 കിട്ടും. ഈ 7 എന്ത് ചെയ്യണം? മിലാദിന് വാസുവിന് അവൻ്റെ 2 കുട്ടികൾ കൊടുക്കണം. ഈ 7നെ പകുതിയാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. 3 ആൻഡ് ഹാഫ് വരുമല്ലോ. ഇനി മിലാദിന് എന്ത് ചെയ്യണം? അവൻ്റെ 3 കുട്ടികൾ കൊടുക്കണം. അതും ചെയ്യാൻ പറ്റില്ല. അപ്പം എത്രയല്ല? 14 അല്ല. അപ്പോൾ ഏതായിരിക്കും? 12 നമ്പേഴ്സ് ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക അല്ലേ. ഇനി നമുക്ക് 12 നോക്കാം. ഈ 12 അതായത് 12 നമ്പേഴ്സ് മിലാദ് വാങ്ങി, നെല്ലിക്കകൾ വാങ്ങി, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ പകുതിയാക്കി. അപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി അല്ലേ. വാസുവിന് 6 കിട്ടി, മിലാദിന് 6 കിട്ടി. ഇനി വാസു എന്ത് ചെയ്തു? അവൻ്റെ ഓഹരി എന്ത് ചെയ്തു? പകുതിയാക്കി. അപ്പോൾ 3 ആക്കി. എന്നിട്ട് 2 മക്കൾക്ക് കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് 3 കിട്ടി, മറ്റാൾക്കും 3 കിട്ടി. ഇനി മിലാദിന് 3 കുട്ടികളുണ്ട്. മിലാദ് എന്ത് ചെയ്തു? ഇതിനെ 3 ഓഹരിയാക്കി. എന്നിട്ട് 3 കുട്ടികൾ കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് എത്രയാണ്? 2 അല്ലേ. അപ്പം ഒരു കുട്ടിക്ക് 2 എണ്ണമാണ് കിട്ടുക. അപ്പോൾ ആരുടെ കുട്ടികൾക്കായിരിക്കും കൂടുതൽ കിട്ടുക? വാസുവിൻ്റെ കുട്ടികൾക്കായിരിക്കും കൂടുതൽ കിട്ടുക അല്ലേ. കാരണം 3 നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കിവിടെ നോക്കാം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇവിടെ എഴുതി കൊടുക്കാം. നമ്പർ ഓഫ് ഗൂസ്ബെറീസ് മിലാദ് ബോട്ട്. മിലാദ് വാങ്ങിയ നെല്ലിക്കകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ നമുക്ക് കിട്ടിയത് 12 ആണ് അല്ലേ. നമ്പർ ഓഫ് ഗൂസ്ബെറീസ് വാസു ഗോട്ട്. വാസുവിന് കിട്ടിയ നെല്ലിക്കകൾ എത്രയാണ്? അതായത് വാങ്ങിയതിൻ്റെ പകുതി 6 ആണ് കിട്ടിയത്. നമ്പർ ഓഫ് ഗൂസ്ബെറീസ് വാസു ഈച്ച് ചൈൽഡ് ഗോട്ട്. വാസുവിൻ്റെ ഓരോ കുട്ടിക്കും കിട്ടിയ നെല്ലിക്കകളുടെ എണ്ണം എത്രയായിരിക്കും? വാസുവിന് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ 6നെ എന്ത് ചെയ്യണം? 6 ഡിവൈഡ് ബൈ 2 അല്ലേ. അപ്പോൾ 3 നമ്പേഴ്സാണ് കിട്ടിയത്. നമ്പർ ഓഫ് ഗൂസ്ബെറീസ് മിലാസ് ഈച്ച് ചൈൽഡ് ഗോട്ട്. മിലാദിൻ്റെ ഓരോ കുട്ടികൾക്കും കിട്ടിയ എത്രയാണ്? മിലാദിന് 3 കുട്ടികളാണുള്ളത്. അപ്പോൾ 6 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 2 നമ്പേഴ്സ്, 2 എണ്ണം വെച്ചാണ് കിട്ടിയത്. ഹൂ ഒബ്റ്റൈൻഡ് മോർ ഗൂസ്ബെറീസ്? ആർക്കാണ് കൂടുതൽ ഗൂസ്ബെറീസ് കിട്ടിയത്? വാസൂസ് ചിൽഡ്രൻ അല്ലേ. ആർക്കാണ്? വാസൂസ് ചിൽഡ്രൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡേ വാസു ബോട്ട് ഗൂസ്ബെറീസ് മോർ ദാൻ 20 ആൻഡ് ലെസ് ദാൻ 30. അടുത്ത ദിവസം വാസു നെല്ലിക്കകൾ വാങ്ങി. എത്രയാണ്? 20ൽ കൂടുതലും ലെസ് ദാൻ 30 30ൽ കുറവുമുള്ള സംഖ്യയിൽ ഏതോ ഒരെണ്ണമാണ് വാങ്ങിയത്. ആൻഡ് ഗേവ് ഹാഫ് ഓഫ് ദം ടു മിലാദ്. എന്നിട്ട് പകുതിയാക്കിയിട്ട് മിലാദിന് കൊടുത്തു. മിലാദ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം എമംഗ്
4 ഓഫ് ഹിസ് ഫ്രണ്ട്സ്. മിലാദ് എന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ഓഹരി അവൻ്റെ 4 കൂട്ടുകാർക്ക് വീതിച്ചു കൊടുത്തു. ആൻഡ് വാസു എമംഗ് 3 ഓഫ് ഹിസ് ഫ്രണ്ട്സ്. വാസു അവൻ്റെ ഓഹരി അവൻ്റെ 3 കൂട്ടുകാർക്ക് വീതിച്ച് കൊടുത്തു. ഹൂസ് ഫ്രണ്ട്സ് ഗോട്ട് മോർ. ആരുടെ കൂട്ടുകാർക്കാണ് കൂടുതൽ കിട്ടിയത്? അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എത്രയാണ് വാങ്ങിയത്? 20-ൽ കൂടുതൽ 30-ൽ കുറവുമുള്ള സംഖ്യ. അപ്പം 21 ആകാം, 22, 23, 24, 25, 26, 27, 28, 29. ഇതിലേതെങ്കിലും സംഖ്യകളാകാം. ഇനി ഇതിനെ ഹാഫ് പകുതി ആക്കണം. അപ്പം ഓഡ് നമ്പേഴ്സൊക്കെ ഒഴിവാക്കാം അല്ലേ? ഓഡ് നമ്പേഴ്സ് പകുതിയാക്കാൻ പറ്റില്ല. അപ്പം 21 അല്ല, 23 അല്ല, 25 അല്ല, 27 അല്ല, 29 അല്ല. ഇനി എന്താണ്? 22 ഉണ്ട്, 24 ഉണ്ട്, 26 ഉണ്ട്, 28 ഉണ്ട്. ഇനി ഇതിലേതായിരിക്കും? ഇതിലിപ്പോൾ 22 ആണ് വാങ്ങിയതെങ്കിൽ ഈ 22 വാങ്ങിയിട്ട് വാസു വാങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 11 വാസു എടുത്തു, 11 മിലാദിന്, അതായത് പകുതി ആക്കി എടുത്തു അല്ലേ? അപ്പോൾ 11 എന്ത് ചെയ്തിട്ടുണ്ട്? വാസുവിന് കിട്ടിയ ഓഹരി അവൻ്റെ 3 കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്. മിലാദിന് കിട്ടിയ ഓഹരി അവൻ്റെ 4 കൂട്ടുകാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 11 3 ഈക്വൽ പാർട്ടും 4 ഈക്വൽ പാർട്ടും ആക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ 22 അല്ല. ഇനി 26 നോക്കിയാൽ എത്രയാണ്? പകുതി ആക്കുമ്പോൾ 13 ആണ് വരിക. ഈ 13-നും 3 ഈക്വൽ പാർട്ടും 4 ഈക്വൽ പാർട്ടും ആക്കാൻ സാധിക്കില്ല. അപ്പം 26 അല്ല. ഇനി 28 ആണെങ്കിൽ 14 ഇതിനെയും 3 ഈക്വൽ പാർട്ടും 4 ഈക്വൽ പാർട്ടും ആക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏതായിരിക്കും? 24 നമ്പേഴ്സ് ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. ഇനി 24 നമ്പേഴ്സാണ് വാസു വാങ്ങിയതെങ്കിൽ എന്ത് ചെയ്തു? 24 നമ്പേഴ്സ് വാങ്ങിയിട്ട് അതിനെ പകുതിയാക്കി. അതായത് 12 വാസു കൊടുത്തു, 12 മിലാദിന് കൊടുത്തു. ഇനി വാസുവിൻ്റെ ഓഹരി എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ്റെ 3 ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 12-നെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 12 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 4 ആണല്ലേ? അപ്പോൾ ഒരാൾക്ക് 4 എണ്ണമാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനി മിലാദ് എന്ത് ചെയ്തു? അവൻ്റെ 4 കൂട്ടുകാർ കൊടുത്തു. അപ്പോൾ 12 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 3 ആണ്. അപ്പോൾ മിലാദിൻ്റെ കൂട്ടുകാർക്ക് 3 നമ്പേഴ്സാണ് കിട്ടുക. ഹൂസ് ഫ്രണ്ട്സ് ഗോട്ട് മോർ. ആരുടെ കൂട്ടുകാർക്കാണ് കൂടുതൽ കിട്ടുക? അപ്പോൾ വാസുവിൻ്റെ കൂട്ടുകാർക്ക് അല്ലേ? അപ്പോൾ വാസൂസ് ഫ്രണ്ട്സിനാണ് കൂടുതൽ കിട്ടുക. വാസൂസ് ഫ്രണ്ട്സ്. ഹൗ മെനി ഗൂസ്ബെറീസ് ഡിഡ് വാസു ബൈ? വാസു വാങ്ങിയ ഗൂസ്ബെറിയുടെ എണ്ണം എത്രയാണ്? 24 നമ്പേഴ്സ് അല്ലേ? 24 എണ്ണമാണ് വാങ്ങിയത്. ഓക്കെ. നെക്സ്റ്റ്, സ്വീറ്റ് ബർത്ത്ഡേ. ഇൻ ദ സ്കൂൾ ദർ ആർ 2 ഡിവിഷൻ ഓഫ് ക്ലാസ് 4. സ്കൂളിൽ ക്ലാസ് 4 4-ാം ക്ലാസ് 2 ഡിവിഷൻ ഉണ്ട്. വിത്ത് ടോട്ടൽ ഓഫ് 40 ചിൽഡ്രൻ. മൊത്തം 40 കുട്ടികളാണുള്ളത്. ശ്രദ്ധ ഓൺ ഹെർ ബർത്ത്ഡേ ഡിസ്ട്രിബ്യൂട്ടഡ് 4 കാൻഡീസ് ടു ഈച്ച് ചൈൽഡ്. ശ്രദ്ധ അവളുടെ ബർത്ത്ഡേക്ക് 4 മിഠായികൾ വീതം ഒരു കുട്ടിക്ക് വീതം കൊടുത്തു. ബട്ട് കാൻഡീസ് വർ റാൻ ഔട്ട്. പക്ഷേ മിഠായികൾ തീർന്നുപോയി. ആൻഡ് 10 ചിൽഡ്രൻ റിമെയിൻ ടു ഗെറ്റ് കാൻഡീസ്. ഇനി 10 കുട്ടികൾക്ക് മിഠായികൾ കിട്ടാൻ ബാക്കിയുണ്ട്. ദ ചിൽഡ്രൻ ഫൗണ്ട് എ വേ ഔട്ട് വിത്തൗട്ട് ബൈയിങ് മോർ കാൻഡീസ്. കുട്ടികൾ തന്നെ ഒരു വഴി കണ്ടെത്തി കൂടുതൽ മിഠായി വാങ്ങാതെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും, അതായത് ബാക്കിയുള്ള 10 കുട്ടികൾക്ക് കൂടി മിഠായി കൊടുക്കാൻ വേണ്ടി അവരൊരു വഴി കണ്ടെത്തി. ആൻഡ് എവരിവൺ ഗോട്ട് ദ സെയിം നമ്പർ ഓഫ് കാൻഡീസ്. അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഒരേ എണ്ണം മിഠായി തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി കാൻഡീസ് ഡിഡ് ഈച്ച് ഗെറ്റ്? ഓരോ കുട്ടിക്കും എത്ര മിഠായി ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താം? അപ്പോൾ ഇവിടെ 40 ചിൽഡ്രൻ, 40 കുട്ടികളാണ് ഉള്ളത്. അപ്പം ഒരു കുട്ടിക്ക് 4 മിഠായി വീതം കൊടുത്തിട്ട് 10 കുട്ടികൾക്ക് കിട്ടിയില്ല. അപ്പോൾ 30 കുട്ടികൾക്ക് മിഠായി കൊടുത്തു അല്ലേ? 30 ചിൽഡ്രൻസിന് മിഠായി കൊടുത്തിട്ട് എത്രയാണ് കൊടുത്തത്? ഒരു കുട്ടിക്ക് 4 നമ്പേഴ്സ്. അപ്പോൾ എന്ത് ചെയ്തു? മിഠായി തീർന്നു പോയി അല്ലേ? അപ്പോൾ അവൾ ശ്രദ്ധ കൊണ്ടുവന്ന മിഠായി എത്രയായിരിക്കും? 30 × 4 120 മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്, കാൻഡീസ് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ 120 മിഠായിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ 120 കാൻഡീസ് 30 കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ തീർന്നുപോയി. 4 എണ്ണം വെച്ച് കൊടുക്കുമ്പോഴേ തീർന്നുപോയി. അപ്പോൾ ഇവർ കണ്ടെത്തിയ വഴി എന്തായിരിക്കും? ഈ 30 കുട്ടികളോടും ഓരോന്ന് വീതം തിരിച്ച് വാങ്ങുമ്പോൾ എത്രയാണ് കിട്ടുക? ഓരോന്ന് വീതം വാങ്ങുമ്പോൾ 30 നമ്പേഴ്സ് കിട്ടും അല്ലേ? ഈ 30 നമ്പേഴ്സ് എന്ത് ചെയ്തു? ഇനി എത്ര കുട്ടികൾക്കാണ് കൊടുക്കാനുള്ളത്? 10 സ്റ്റുഡൻസിനാണ്, 10 കുട്ടികൾക്കാണ് കിട്ടാനുള്ളത്. അപ്പോൾ ഈ 30 എന്ത് ചെയ്യാം? 10 കുട്ടികൾക്ക് ഒരുപോലെ കൊടുക്കാം. അതായത് 30 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 3 നമ്പേഴ്സ് കൊടുക്കാം അല്ലേ? അപ്പോൾ ഫസ്റ്റിൽ കിട്ടിയ കുട്ടികൾക്കും എത്രയാണ്? അതായത് ഫസ്റ്റിൽ 4 എണ്ണം വെച്ചാണ് കൊടുത്തത്. അതിൽ നിന്ന് 1 തിരിച്ച് വാങ്ങുമ്പോൾ ഇവിടെ എത്രയാകും? ഈ 4 - 1 3 നമ്പേഴ്സ് ആകും അല്ലേ? ആദ്യം കൊടുത്ത 30 കുട്ടികൾക്കും എത്രയാകും? 3 നമ്പേഴ്സ് തന്നെയാണ് കിട്ടുക. ഇപ്പോൾ കൊടുത്ത കുട്ടികൾക്കും 3 നമ്പേഴ്സ്, 3 മിഠായി വെച്ച് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഹൗ മെനി കാൻഡീസ് ഡിഡ് ഈച്ച് ഗെറ്റ്? ഓരോ കുട്ടിക്കും കിട്ടിയ മിഠായി എത്രയാണ്? 3 നമ്പേഴ്സ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, പസിൽ കോർണർ. ഹരിതം ക്ലബ് മെയ്ഡ് സം സോപ്പ് ബാർസ്. ഹരിതം ക്ലബ്ബ് കുറച്ച് സോപ്പ് കട്ടകൾ ഉണ്ടാക്കി. ദീസ് കുഡ് ബി പാക്ക്ഡ് ഇൻ ടു ബോക്സസ് ഓഫ് 2, 3, 4 or 6 ബാർസ്. ഇതെങ്ങനെ പാക്ക് ചെയ്യണം? 2ൻ്റെ കൂട്ടമായിട്ട്, 3ൻ്റെ കൂട്ടമായിട്ട്, 4ൻ്റെ കൂട്ടമായിട്ട്, 6ൻ്റെ കൂട്ടമായിട്ട് പാക്ക് ചെയ്യണം. വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സോപ്സ് ദേ മെയ്ഡ്? അപ്പോൾ അവരുണ്ടാക്കിയ സോപ്പുകളുടെ എണ്ണം, ഏറ്റവും കുറഞ്ഞ എണ്ണം എത്രയായിരിക്കും? അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താം ഇത്?
അതായത് ഏത് സംഖ്യയാണ് നമ്മൾക്ക് 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ്, ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, അതായത് 6ൻ്റെ കൂട്ടമായിട്ട് പാക്കറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 മുതൽ മുകളിലോട്ട് നോക്കിയാൽ മതി. അതായത് ഒരു പാക്കറ്റിൽ മിനിമം 6 എണ്ണമെങ്കിലും വേണം. അപ്പോൾ നമ്മൾക്ക് 7 വെച്ചിട്ട് നോക്കാം. 7 ആണെങ്കിൽ, അതായത് ഈ 7 7 നമ്മൾക്ക് 2 എണ്ണം വെച്ചിട്ട് പാക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 ബാലൻസ് വരും അല്ലേ. അപ്പോൾ 7 അല്ല. ഇനി 8 എടുക്കാൻ പറ്റുമോ? 8 ആകുമ്പോൾ 3ൻ്റെ പാക്കറ്റ് ആക്കാൻ സാധിക്കില്ല അല്ലേ. അതായത് 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ 8ഉം അല്ല. ഇനി 9 ആണെങ്കിലോ 9നെ 4ൻ്റെ പാക്കറ്റ് ആക്കാൻ സാധിക്കില്ല. അപ്പോൾ 9ഉം അല്ല. ഇനി 10 ആണെങ്കിലോ 10നെ ഏതിൻ്റെ 6ൻ്റെ പാക്കറ്റ് ആക്കാൻ സാധിക്കില്ല, 3ൻ്റെ പാക്കറ്റ് ഒന്നും ആക്കാൻ സാധിക്കില്ല അല്ലേ. ഇനി 11 ആണെങ്കിൽ 11നെ 1ൻ്റെ പാക്കറ്റ് ആക്കാൻ സാധിക്കില്ല. ഇനി 12 ആണെങ്കിലോ 12നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12നെ 2 എണ്ണം വെച്ചിട്ടുള്ള പാക്കറ്റ് ആക്കാം. അപ്പോൾ 12നെ 2 എണ്ണം വെച്ചിട്ടുള്ള പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ 6 പാക്കറ്റ് ആക്കാം. ഇനി 12നെ 3 എണ്ണം വെച്ചിട്ടുള്ള പാക്കറ്റും ആക്കാം. അപ്പോൾ എത്ര പാക്കറ്റ് ആക്കാം? 4 പാക്കറ്റ് ആക്കാം. 4 പാക്കറ്റ്സ് ആക്കാം. ഇനി 12നെ എത്ര? 4 ആണ് നെക്സ്റ്റ് അല്ലേ, 4 ആണ്. 4ൻ്റെ പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ 3 പാക്കറ്റ്സ് ചെയ്യാം. ഇനി 12നെ 6ൻ്റെ പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ 2 പാക്കറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സോപ്പിൻ്റെ എണ്ണം എത്രയാണ്? ഇവരുണ്ടാക്കിയ സോപ്പിൻ്റെ എണ്ണം എത്രയാണ്? 12 സോപ്സ് ആണ് ഉണ്ടാക്കിയത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് പ്ലേ, കളിക്കാം. അതായത് ഫസ്റ്റിൽ നിങ്ങളൊരു ഡൈസ് എറിയുക. ഡൈസ് എറിഞ്ഞിട്ട് നിങ്ങൾക്ക് 3 ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തും, 3-ലെത്തും അല്ലേ. അപ്പോൾ 3-ലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 3 × 3 എത്രയാണ്? 9 ആണല്ലേ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എവിടെ എത്തും? 9ലേക്ക് എത്തും. 9-ലെത്തിയിട്ട് വീണ്ടും നിങ്ങൾ ഡൈസ് എറിയുക. എന്നിട്ട് നിങ്ങൾക്ക് 1 ആണ് കിട്ടിയതെങ്കിൽ എന്ത് 10ലേക്ക് എത്തും. അപ്പോൾ 10ൽ എന്താണ്? 10 ഡിവൈഡ് ബൈ എത്രയാണ്? 2 അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 10 ഡിവൈഡ് ബൈ 2 5 ആണ്. നേരെ ഡയറക്റ്റ് ബാക്കോട്ടേക്ക് പോകും, 5ലേക്ക് എത്തും. ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഇത് തുടരുക. ഓക്കെ, നെക്സ്റ്റ് വെൽക്കം കമ്മിറ്റി. 84 parents came for the meeting of the welcome committee of the work experience camp. വർക്ക് എക്സ്പീരിയൻസ് ക്യാമ്പിൻ്റെ വെൽക്കം കമ്മിറ്റി മീറ്റിങ്ങിലേക്ക് 84 രക്ഷിതാക്കൾ എത്തി. ദേ സാറ്റ് ഇൻ റോസ് ഓഫ് ചെയേഴ്സ്. അവർ കസേരയിൽ വരികളായിട്ടാണ് ഇരുന്നത്. 6 in each row. ഒരു വരിയിൽ 6 കസേരയാണുള്ളത്. ഹൗ മെനി റോസ് വെർ ദർ? അങ്ങനെയാണെങ്കിൽ എത്ര വരികളാണ് ഉണ്ടാവുക? അപ്പോൾ മൊത്തം 84 parents ആണ് ഇരുന്നത് അല്ലേ. അപ്പോൾ എത്ര? ഒരു വരിയിൽ 6 ചെയേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ 84 ഡിവൈഡ് ബൈ 6 നമ്പർ ഓഫ് റോസ് ആണല്ലോ കാണേണ്ടത്. അപ്പോൾ 84നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 84 ഡിവൈഡ് ബൈ 6 എത്രയാണ്? അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റിൽ 10 റോസ് വെച്ച് നോക്കാം. 10 × 6 60 ആണ്. ഇനി 84 മൈനസ് 60 എത്രയാണ്? 24 ആണ്. ഇനി 24ൽ 6 എത്ര തവണ പോകും? 4 അല്ലേ. അപ്പോൾ 4 × 6 24 ആണല്ലോ. 24 മൈനസ് 24 0 ആയി. അപ്പോൾ എത്രയാണ്? 10 + 4 14 ആണല്ലേ. അപ്പോൾ 14 റോസ്, 14 വരികളാണ് ഉള്ളത് അല്ലേ. ഇനി നെക്സ്റ്റ് സം മോർ പാരൻസ് ജോയിൻ വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്. മീറ്റിംഗ് തുടങ്ങിയപ്പോഴേ കുറച്ച് രക്ഷിതാക്കൾ കൂടി വന്നു. നൗ ദർ വർ 8 in each row. ഇപ്പോൾ ഒരു വരിയിൽ 8 പേര് വീതമായി. നോ ന്യൂ റോസ് ആഡഡ്. വരികളൊന്നും കൂട്ടിയില്ല. അപ്പം ഉള്ള വരികളിൽ തന്നെ എന്ത് ചെയ്തു? 2 സീറ്റ് കൂടി എക്സ്ട്രാ, 2 കസേര കൂടി അധികം വെച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഹൗ മെനി ഓൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്. മൊത്തം എത്ര പേരാണ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തത്? അപ്പോൾ എന്താണ്? 14 റോസ്, 14 വരികളാണ് ഉള്ളത് അല്ലേ. ഫസ്റ്റിൽ 14 വരികളാണ്, റോസാണ് നമ്മൾ കിട്ടിയല്ലോ. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യം എത്രയാണ്? ഒരു വരിയിൽ 6 ചെയേഴ്സ്, 6 പേര് വെച്ചാണ് ഇരുന്നത്. ഇപ്പോൾ എത്ര പേരായി? വരികൾ കൂട്ടിയിട്ടില്ല. എത്ര പേരാണ് ഇരുന്നത്? 8 പേര് ഒരു വരിയിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 14 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 8 കൊണ്ട് ഗുണിക്കുക. 14 × 8. അപ്പോൾ 14 എങ്ങനെ എഴുതാം? 10 + 4 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? 10നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ലെസണിൽ മൾട്ടി മൾട്ടിപ്ലിക്കേഷനിൽ ഗുണിക്കാൻ പഠിച്ചതാണ് അല്ലേ. ഇനി എന്ത് ചെയ്യാം? 10 × 8 80 ആണ്. 80 + 4 × 8 32 ആണ്. 80 + 32 എത്രയാണ്? 112 ആണ് അല്ലേ. അപ്പോൾ ഹൗ മെനി ഇൻ ഓൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്? എത്ര രക്ഷിതാക്കളാണ് മൊത്തം അറ്റൻഡ് ചെയ്ത്? 112 പാരൻസ് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹൗ മെനി കെയിം വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്. മീറ്റിംഗ് തുടങ്ങിയപ്പോഴേ വന്ന രക്ഷിതാക്കൾ എത്രയാണ്? അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈ ടോട്ടൽ പാരൻസ് ഉണ്ടല്ലോ, 112 നിന്ന് എത്ര മൈനസ് ചെയ്യാം? ആദ്യം ഉണ്ടായി 84 പാരൻസിന് മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 28 കിട്ടും. അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ കാണാം? അതായത് 14 റോസാണ് ഉള്ളത് അല്ലേ. 14 വരികളാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റിൽ ഇരുന്നത് 6, ഒരു വരിയിൽ 6 കസേരയായിട്ട് 6 പേരാണ് ഇരുന്നത്. പിന്നെ എക്സ്ട്രാ ആൾക്കാർ വന്ന സമയത്ത് എന്ത് ചെയ്തു? ഒരു വരിയിൽ 8 പേര് വെച്ചിട്ട് ഇരുന്നു അല്ലേ. അപ്പോൾ എത്ര പേരാണ് കൂടുതൽ വന്നത്? 6 8 അല്ലേ ആയത്. അപ്പോൾ ഒരു വരിയിൽ 2 പാരൻസ് ആണ് കൂടുതൽ വന്നത്. അപ്പോൾ 14 × 2 എത്രയാണ്? 28 ആണ്. അപ്പോൾ 2 രീതിയിലും എഴുതാം. എത്രയാണ്? ഹൗ മെനി കെയിം വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്? 28 പാരൻസ്. ഓക്കെ,
നെക്സ്റ്റ് ഡിവിഷൻ ഈസ് സോ ഈസി. 8 ഡിവൈഡ് ബൈ 4 2 ആണ്. 80 ഡിവൈഡ് ബൈ 4 20 ആണ്. അതായത് 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ഈ 0 ഇവിടെ കൊടുത്തു അല്ലേ, അപ്പോൾ 20 കിട്ടി. 800 ഡിവൈഡ് ബൈ 4 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 2 കിട്ടും. ഇനി 2 0 ഇവിടെ കൊടുക്കുക, അപ്പോൾ 200 ആണ്. അതുപോലെ 6 ഡിവൈഡ് ബൈ 3 2 ആണ്. 60 ഡിവൈഡ് ബൈ 3 20 ആയിരിക്കും. 600 ഡിവൈഡ് ബൈ 3 200 ആണ്. അതുപോലെ നമുക്ക് എന്ത് എഴുതാം, 4 ഡിവൈഡ് ബൈ 2 2 ആണ്. 40 ഡിവൈഡ് ബൈ 2 20 ആണ്. 400 ഡിവൈഡ് ബൈ 2 200 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ദ റിലേഷൻ. ടേബിൾ നോക്കിയിട്ട് ബന്ധം കണ്ടുപിടിക്കുക. 8 ഇൻറ്റു 1 8 ആണ്. ഇനി 8 ഡിവൈഡഡ് ബൈ 1 എത്രയായിരിക്കും, 8 ആയിരിക്കും. ഇനി എന്താണ്, 8 ഡിവൈഡ് ബൈ 8 എത്ര ആയിരിക്കും, ഈ നടുക്കുള്ള 1 ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ 5 ഇൻറ്റു 1 5 ആണ്. 5 ഡിവൈഡ് ബൈ 1 എത്രയായിരിക്കും, 5 ആയിരിക്കും. ഇനി 5 ഡിവൈഡ് ബൈ 5 എത്രയായിരിക്കും, 1 ആയിരിക്കും. അതുപോലെ 6 ഇൻറ്റു 1 6 ആണ്. 6 ഡിവൈഡ് ബൈ 1 6 ആണ്. 6 ഡിവൈഡ് ബൈ 6 1 ആണ്. അതുപോലെ നമുക്ക് എന്ത് എഴുതാം, 4 ഇൻറ്റു 1 4 ആണ്. 4 ഡിവൈഡ് ബൈ 1 4 ആണ്. 4 ഡിവൈഡ് ബൈ 4 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് പസിൽ കോർണർ. എ നമ്പർ വാസ് മിസ്റ്റേക്കൻലി മൾട്ടിപ്ലൈഡ് ബൈ 2 ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ് ബൈ 2. ഒരു നമ്പറിനെ 2 കൊണ്ട് ഹരിക്കേണ്ടതിന് പകരം എന്ത് ചെയ്തു, 2 കൊണ്ട് ഗുണിച്ചു, മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ദ ആൻസർ വാസ് 240. അപ്പോൾ കിട്ടിയ ഉത്തരം 240 ആണ്. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ ഇഫ് ദ നമ്പർ വാസ് ഡിവൈഡഡ് ബൈ 2? അപ്പോൾ ആ നമ്പറിനെ 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ എത്രയായിരിക്കും ആൻസർ കിട്ടുക? അപ്പോൾ എന്താണ്, ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം എന്ത് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എത്രയാണ് ആൻസർ കിട്ടിയത്, 240 ആണ് കിട്ടിയത്. അപ്പോൾ ഏത് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആളാണ് 240 കിട്ടുക? അതായത് ഏത് നമ്പറിൻ്റെ ഇരട്ടിയാണ് 240? 120 അല്ലേ. അപ്പോൾ നമ്പർ ഏതാണ്, 120 ആണ് നമ്പർ. ഇനി 120യെ ഈ നമ്പറിനെ 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ എത്രയായിരിക്കും ആൻസർ എന്നാണ് ചോദ്യം. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 2 എത്രയായിരിക്കും, 60 ആയിരിക്കും അല്ലേ. അപ്പോൾ എത്രയാണ് ആൻസർ, 60 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചോദ്യമാണ്. എ നമ്പർ വാസ് മിസ്റ്റേക്കിൻലി ഡിവൈഡ് ബൈ 2 ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈയിങ് ബൈ 2. ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ ഉത്തരം ആൻഡ് ദ ആൻസർ വാസ് 60. അപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്, 60 ആണ്, 60 ആണ് കിട്ടിയത്. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ ഇഫ് ദ നമ്പർ വാസ് മൾട്ടിപ്ലൈഡ് ബൈ 2? എന്തായിരിക്കും ആൻസർ ഈ നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ? അപ്പോൾ നമ്പർ ഏതാണെന്ന് കണ്ടെത്തണം അല്ലേ. നമ്പർ ഏതായിരിക്കും, ഏത് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 60 കിട്ടുക, 120 അല്ലേ. അതായത് 120യുടെ പകുതിയാണ് 60. ഡിവൈഡ് ബൈ 2 എന്നാൽ എന്താണ് അർത്ഥം, അതിൻ്റെ നേരെ പകുതി അല്ലേ. അപ്പോൾ 120 ഡിവൈഡ് ബൈ 2 ആണ് 60. നമ്പർ ഏതാണ്, 120 ആണ്. ഇനി ഈ നമ്പറിന് എന്താണ് ചോദ്യം, എന്താണ്, വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ ഇഫ് ദ നമ്പർ വാസ് മൾട്ടിപ്ലൈഡ് ബൈ 2? ഈ നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ. അപ്പോൾ 120 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു എത്രയാണ്, 120 ഗുണിക്കണം 2 എത്രയാണ്, 240 ആണല്ലേ. അപ്പോൾ എത്രയാണ് ആൻസർ, 240. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ഹാഫ് ഓഫ് എ നമ്പർ മിസ്റ്റേക്കിൻലി ഡബിൾഡ് ആൻഡ് ആൻസർ വാസ് 100. ഒരു നമ്പറിൻ്റെ പകുതി കാണേണ്ടതിന് പകരം എന്ത് ചെയ്തു, അതിൻ്റെ ഡബിൾ, അതിൻ്റെ ഇരട്ടി കണ്ടു. അതായത് ഡബിൾ എന്ന് വെച്ചാൽ ഇൻറ്റു 2 കണ്ടു. ആൻഡ് ആൻസർ വാസ് 100. അപ്പോൾ കിട്ടിയ ഉത്തരം എത്രയാണ്, 100 ആണ്. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ ഇഫ് ഹാഫ് ഓഫ് ദ നമ്പർ വാസ് കാൽക്കുലേറ്റഡ്? അപ്പോൾ എന്തായിരിക്കും ആൻസർ, ഈ നമ്പറിൻ്റെ പകുതിയാണ് കണ്ടതെങ്കിൽ. അപ്പോൾ നമ്പർ ഏതാണ്, ഏത് നമ്പറിൻ്റെ ഇരട്ടിയാണ് 100? 50യുടെ ഡബിളാണ് 100 അല്ലേ. അപ്പോൾ നമ്പർ 50 ആണ്. എന്താണ് ചോദ്യം, എന്താണ്, വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ ഇഫ് ഹാഫ് ഓഫ് ദ നമ്പർ വാസ് കാൽക്കുലേറ്റഡ്? ഈ നമ്പറിൻ്റെ പകുതിയാണ് കണ്ടതെങ്കിൽ എത്രയായിരിക്കും ഉത്തരം? അപ്പോൾ നമ്പർ 50 ആണ്. നമ്പറിൻ്റെ പകുതി എന്ന് വെച്ചാൽ 50 ഡിവൈഡ് ബൈ 2 എത്രയാണ്, 50യുടെ പകുതി എത്രയാണ്, 25 ആണ് ആൻസർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് റിവ്യൂ ആക്ടിവിറ്റീസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. സുഹറ ചാർജസ് 250 റുപ്പീസ് ഫോർ സ്യൂയിങ് എ ചുരിദാർ. സുഹറ ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി 250 രൂപയാണ് കൂലി വാങ്ങുന്നത്. ഇഫ് ഷീ ഗോട്ട് 1000 റുപ്പീസ്, അവൾക്ക് 1000 രൂപയാണ് കിട്ടിയതെങ്കിൽ ഹൗ മെനി ചുരിദാർസ് ഡിഡ് ഷീ സ്യൂ? എത്ര ചുരിദാറായിരിക്കും അവൾ തയ്ച്ചിട്ടുണ്ടാവുക? അപ്പോൾ 1000 റുപ്പീസാണ് കിട്ടിയതല്ലേ. ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി 250 രൂപയാണ്, 250 റുപ്പീസാണ്. അപ്പോൾ എത്ര ചുരിദാറാണ് തയ്ച്ചിട്ടുണ്ടാവുക എന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ 1000 250 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 1000ൽ എത്ര 250 ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ. എത്ര 250 കൂടിയാലാണ് 1000 ആവുക, 4 അല്ലേ. അപ്പം എത്ര ചുരിദാറാണ് തയ്ച്ചിട്ടുണ്ടാവുക, 4 നമ്പേഴ്സ് അല്ലേ, 4 ചുരിദാറാണ് തയ്ച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഹൗ മെനി ചുരിദാർസ് മസ്റ്റ് ഷീ സ്യൂ ടു ഗെറ്റ് 10,000 റുപ്പീസ്? 10,000 രൂപ കിട്ടാൻ വേണ്ടി അവൾ എത്ര ചുരിദാർ തയ്ക്കണം?
അപ്പോൾ 10,000 റുപ്പീസ് അല്ലേ. നമ്മൾക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ 10,000നെ ഒരു ചുരിദാർ തയ്ക്കേണ്ട വില എത്രയാണ്, 250 ആണ്. 250 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ 1000 റുപ്പീസിന് എത്ര ചുരിദാറാണ് തയ്ച്ചത്, 1000 റുപ്പീസിന് 4 ചുരിദാറാണ് തയ്ച്ചത് അല്ലേ. അപ്പോൾ 10,000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 1000 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 10,000 ആവുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 10,000 അല്ലേ. 1000 × 10 ആണ് 10,000. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര ചുരിദാറാണ് തയ്ക്കാൻ പറ്റുക, 40 ചുരിദാറാണ് തയ്ക്കാൻ സാധിക്കുക. ഇനി നമ്മൾ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10,000 ഡിവൈഡ് 250, അതായത് എത്ര 250 കൂടിയാലാണ് 10,000 ആവുക, 40 ആണ് ആൻസർ കിട്ടുക. ഏത് രീതിയിലും ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, സിയൂസ് ബോട്ട് 12 പാക്കറ്റ്സ് ഓഫ് പെൻ. സിയൂസ് 12 പാക്കറ്റ് പെൻ വാങ്ങി. ഈച്ച് കണ്ടെയ്നിങ് ഹാഫ് എ ഡസൻ. ഓരോ പാക്കറ്റിലും പകുതി ഡസൻ, അര ഡസൻ പെന്നാണ്, അതായത് 6 എണ്ണമാണ് 6 നമ്പേഴ്സ്. ഹി ഡിവൈഡഡ് ദം ഇൻ ടു പാക്കറ്റ്സ് ഓഫ് 4 ഈച്ച്. അവനത് 4 എണ്ണമുള്ള പാക്കറ്റാക്കി മാറ്റണം. ഹൗ മെനി പാക്കറ്റ്സ് ആർ ദർ. അപ്പോൾ എത്ര പാക്കറ്റ് ഉണ്ടാകും. അപ്പോൾ സിയൂസ് വാങ്ങിയത് 12 പാക്കറ്റ് പെന്നാണ്, 12 പാക്കറ്റ്സ്. അപ്പം ഒരു പാക്കറ്റിൽ എത്ര ആൾ, 6 നമ്പേഴ്സാണ്. അപ്പോൾ 12 × 6 72 പെന്നാണ് സിയൂസ് വാങ്ങിയത്. ഇനി അവരെന്ത് ചെയ്യണം, ഈ 72 പെൻസ് എന്ത് ചെയ്യണം, 4 ഈച്ച്, പാക്കറ്റ്സ് ഓഫ് 4 ഈച്ച്, 4 എണ്ണമുള്ള പാക്കറ്റാക്കി മാറ്റണം. അപ്പോൾ 72 ഡിവൈഡ് 4 എത്രയായിരിക്കും, 72നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ്, നമുക്ക് 10 വെച്ച് നോക്കാം. അപ്പോൾ 10 × 4 40 ആയി. 72 - 40 32 ആണ്. ഇനി 32ൽ 4 എത്ര ടൈംസ് പോകും, 8. 8 × 4 32 ആണല്ലോ. 32 - 32 0 ആയി അല്ലേ. അപ്പോൾ എത്രയാണ്, 10 + 8 18 പാക്കറ്റാണ് ആക്കാൻ സാധിക്കുക. അപ്പോൾ എത്രയാണ്, 18 പാക്കറ്റ്സ് ആണ്. 4 എണ്ണമുള്ള 18 പാക്കറ്റ് ആക്കാൻ സാധിക്കും. ഇനി 6 എണ്ണമുള്ള എത്ര പാക്കറ്റാണ് ഉണ്ടായിരുന്നത്, 12 പാക്കറ്റാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, 48 നോട്ട്ബുക്സ് വർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 5 ചിൽഡ്രൻ. 48 നോട്ട്ബുക്കുകൾ 5 കുട്ടികൾക്ക് വിതരണം ചെയ്തു. ദ ഫസ്റ്റ് ചൈൽഡ് ഗോട്ട് 3 ബുക്സ് മോർ ദാൻ ദ അതേഴ്സ്. ആദ്യത്തെ കുട്ടിക്ക് 3 ബുക്ക് അധികം കിട്ടി മറ്റുള്ളവരെക്കാളും. ആൻഡ് ഓൾ അതർ ഗോട്ട് ദ സെയിം നമ്പർ ഓഫ് നോട്ട്ബുക്സ്. ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം ഒരേ എണ്ണമാണ് കിട്ടിയത്. ഹൗ മെനി ബുക്സ് ഡിഡ് ദ ഫസ്റ്റ് ചൈൽഡ് ഗെറ്റ്. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് എത്ര ബുക്കാണ് കിട്ടിയത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്, 48 നോട്ട്ബുക്സ് ആണ് മൊത്തം വിതരണം ചെയ്തത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. എത്ര കുട്ടികൾക്കാണ്, 5 ചിൽഡ്രൻ അല്ലേ. ഇനി ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് കുട്ടിക്ക് 3 ബുക്ക് അധികം കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ബാക്കി എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് കുട്ടിക്ക് മാത്രം 3 ബുക്ക് 3 ബുക്സ് അധികം കിട്ടി. അതെന്ത് ചെയ്യാം, നമുക്ക് ഈ 48ന് 3 മൈനസ് ചെയ്തിട്ട്, അതായത് 3 ബുക്ക് ഈ ആദ്യം കിട്ടിയ കുട്ടിയുടെ 3 ബുക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 48 - 3 എത്രയായിരിക്കും, 45 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് കുട്ടിയുടെ 3 ബുക്ക് ഇവിടെ മാറ്റി വെച്ചു, അതാണ് മൈനസ് ചെയ്തത്. ബാക്കിയുള്ളത് 45 ബുക്സ് ആണുള്ളത്. ഇനി 45 നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ 45 ബുക്കും നമുക്ക് 5 ആൾക്ക് ഒരുപോലെ വിതരണം ചെയ്യാം അല്ലേ. കാരണം നമ്മൾ മൊത്തം ഉള്ളത് 5 ചിൽഡ്രൻ ആണ്. അപ്പോൾ ഈ 5 ചിൽഡ്രൻ്റെ ആദ്യത്തെ കുട്ടീൻ്റെ 3 ബുക്ക് നമ്മൾ എക്സ്ട്രാ എടുത്ത് വെച്ചു, മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ 5 കുട്ടികൾക്കും, അതായത് 4 കുട്ടികൾക്ക് മാത്രമേ സെയിം നമ്പർ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ 3 എണ്ണം മാറ്റി വെച്ചതുകൊണ്ട് നമുക്കിനി 5 കുട്ടികളുടെ നോട്ട്ബുക്കും ഒരുപോലെ എടുക്കാം അല്ലേ. അപ്പോൾ 45നെ എന്ത് ചെയ്യാം, ഈ 45 നോട്ട്ബുക്കിനെ ഒരുപോലെ 5 കൊണ്ട് 5 കുട്ടികൾക്കും വിതരണം ചെയ്യാം. 45 ഡിവൈഡ് 5 എത്രയാണ്, 9 ആണല്ലേ. അപ്പോൾ ഒരു കുട്ടിക്ക് കിട്ടുക എത്രയാണ്, 9 ബുക്സ് ആണ്, 9 ബുക്കാണ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് കുട്ടിക്കും 9 തന്നെയാണ്, സെക്കൻഡ് കുട്ടിക്കും 9 തന്നെയാണ്, മൂന്നാമത്തെ കുട്ടിക്കും 9 തന്നെയാണ്, നാലാമത്തെ കുട്ടിക്കും 9 തന്നെയാണ്, 5th കുട്ടിക്കും 9 തന്നെയാണ് അല്ലേ. കിട്ടുക 9 ബുക്ക് തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മാറ്റി വെച്ച ഒന്നാമത്തെ കുട്ടിയുടെ 3 ബുക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കുട്ടിയുടെ ഈ 9 ബുക്കിൻ്റെ കൂടെ ഈ 3 ബുക്ക് കൂടി, ഈ 3 ബുക്സ് കൂടി കൂട്ടുക. അപ്പോൾ എത്രയാണ്, 12 ബുക്കാണ് ആദ്യത്തെ കുട്ടിക്ക് കിട്ടുക. അപ്പോൾ ഹൗ മെനി ബുക്സ് ഡിഡ് ദ ഫസ്റ്റ് ചൈൽഡ് ഗെറ്റ്. ആദ്യത്തെ കുട്ടിക്ക് എത്ര ബുക്കാണ് കിട്ടുക, ഫസ്റ്റിൽ എല്ലാവർക്കും കിട്ടിയ 9ഉം അതിൻ്റെ കൂടെ 3 എക്സ്ട്രാ അല്ലേ. അപ്പോൾ 12 ബുക്കാണ് ഫസ്റ്റ് കുട്ടിക്ക് കിട്ടുക അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, മിൻഹ ഗോട്ട് 3,500 റുപ്പീസ് ബൈ സെല്ലിംഗ് പെൻസിൽസ്. മിൻഹക്ക് പെൻസിൽ വിറ്റ വകയിൽ 3,500 രൂപ കിട്ടി. ഇറ്റ് വാസ് ഓൾ ഇൻ 100 റുപ്പീ നോട്ട്സ്. അതെല്ലാം 100 രൂപയുടെ നോട്ടുകളാണ്. ഹൗ മെനി 100 റുപ്പീ നോട്ട്സ്. അപ്പോൾ എത്ര 100 റുപ്പീ നോട്ടാണ് ഉണ്ടാവുക, 3,500 ഡിവൈഡ് 100. 3,500ൽ എത്ര 100 ഉള്ളത്, 35 അല്ലേ. ഈ 0 ഈ 2 0 ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ 35 ആണ്. ഇനി എന്താണ്, ഇഫ് ഓൾ വെർ ഇൻ 500 റുപ്പീ നോട്ട്സ്. ഇനി എല്ലാം 500 രൂപയുടെ നോട്ടായിരുന്നെങ്കിൽ ഹൗ മെനി 500 റുപ്പീ നോട്ട്സ് വുഡ് ഹാവ് ബീൻ ദർ. എത്ര 500 രൂപ നോട്ടുകൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, 3,500നെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3,500ൽ എത്ര 500 ഉണ്ട്, എത്ര 500 കൂടിയാലാണ് 3,500 ആവുക. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3,035 എന്ത് ചെയ്യാം, 5 കൊണ്ട് ഫസ്റ്റിൽ ഡിവൈഡ് ചെയ്യാം. 2 0 2 0 ഇവിടെ ക്യാൻസൽ ചെയ്യും.
ഇനി 35-ൽ എത്ര 5 ആണുള്ളത്? 7 ആണല്ലേ. അപ്പോൾ 7 500 rupee നോട്ട്സ് ആണ് ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ്, മേധ ആൻഡ് മിത്ര മെയ്ഡ് ദ സെയിം നമ്പർ ഓഫ് ഡോൾസ്. മേധയും മിത്രയും ഒരേ എണ്ണമുള്ള പാവകൾ ഉണ്ടാക്കി. 50 ആഡഡ് ടു ഹാഫ് ദ നമ്പർ ഓഫ് ഡോൾസ് മേധ മെയ്ഡ് ഗിവ്സ് ദ നമ്പർ ഓഫ് ഡോൾസ് മിത്ര മെയ്ഡ്. മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിൻ്റെ പകുതിയോട് 50 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം കിട്ടി. ഹൗ മെനി ഡോൾസ് ഡിഡ് മിത്ര മെയ്ഡ്? അങ്ങനെയാണെങ്കിൽ മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണമാണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? മേധയും മിത്രയും, മേധ ആൻഡ് മിത്ര മെയ്ഡ് ദ സെയിം നമ്പർ ഓഫ് ഡോൾസ്. മേധയും മിത്രയും ഒരേ എണ്ണമുള്ള പാവകളാണ് ഉണ്ടാക്കിയത്. മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണവും മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണവും ഈക്വൽ ആണല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ്? 50 ആഡഡ് ടു ഹാഫ് ദ നമ്പർ ഓഫ് ഡോൾസ് മേധ മെയ്ഡ്. അതായത് മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 2. ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിൻ്റെ പകുതിയോട് എത്ര കൂട്ടുമ്പോൾ? 50 ആഡഡ് 50 കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം കിട്ടും. അങ്ങനെയാണെങ്കിൽ മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണമാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണം 100 ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 100ൻ്റെ പകുതി എത്രയാണ്? 50 ആണല്ലേ. ഈ 50യോട് 50 കൂട്ടുമ്പോൾ എത്ര? മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം എത്ര കിട്ടുക? 100. അതായത് 50 + 50 100 ആണല്ലോ. അതായത് മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിൻ്റെ പകുതിയോട് 50 കൂട്ടുമ്പോൾ മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം കിട്ടും. അപ്പോൾ മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം എത്രയാണ്? 100 ആണ്. മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണം എത്രയാണ്? 100 ആണ്. രണ്ടും ഈക്വൽ ആണ്, സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ്? മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം 100 ആണല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് വഴി അങ്ങ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാതെ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം. മാർക്ക് എ സ്ക്വയർ ഓഫ് 4 സെൽസ് ഓൺ ദ കലണ്ടർ ഓഫ് എ മന്ത്. ഒരു കലണ്ടറിൽ ഒരു മാസത്തിൽ 4 സ്ക്വയർ, 4 സെൽ, 4 കളങ്ങൾ എടുക്കുക. അതായത് ഞാനിവിടെ ജനുവരി മാസം തന്നെയാണ് എടുത്തത്. ജനുവരി മാസത്തിൽ 4 ഡേറ്റ്സ്, 4 തീയതികളാണ് എടുത്തത്. അത് സ്ക്വയർ വരുന്ന തീയതികൾ വേണം എടുക്കാൻ വേണ്ടി. അതായത് ഇപ്പം ഫസ്റ്റ് ഡേ എടുത്തു, 1-ാം തീയതി, 2-ാം തീയതി, പിന്നെ അത് കഴിഞ്ഞാൽ 3 വരിക, 1-ന്റെ തൊട്ട് താഴെ എത്ര വരിക? 8 ആണ് ഉണ്ടാവുക അല്ലേ. 8-ാം തീയതിയാണ്, പിന്നെ 9-ാം തീയതി. ഇതൊരു സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ എടുത്തു. ഇനി എന്ത് ചെയ്യുക? ആഡ് ഓൾ ദീസ് നമ്പേഴ്സ്, ഈ 4 നമ്പേഴ്സും കൂട്ടുക. അപ്പോൾ 1 + 2 3 ആണ്, 3 + 8 11, 11 + 9 20 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ സമ്മ് കിട്ടുന്നത് എത്രയാണ്? 20 ആണ് കിട്ടിയത്. ഇനി എന്താണ് പറഞ്ഞത്? ഡിവൈഡ് ദ സം ബൈ 4. ഈ കിട്ടിയ തുകയെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഹരിക്കുക. ഇനി ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് നമ്പർ ആൻഡ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ സ്ക്വയർ. ഈ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ നമ്പർ ഉണ്ടല്ലോ, അതായത് 20 / 4 എത്രയാണ്? 5 ആണ്. ഈ 5ഉം ഈ കലണ്ടറിലുള്ള ഈ സ്ക്വയറിൽ നമ്മൾ എടുത്ത ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ നമ്പറും ഉണ്ടല്ലോ, അത് തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണ്? അതായത് എന്താണ് ബന്ധം ഇവിടെ? ഈ 5ൽ നിന്ന് ഈ ഡിവൈഡ് ചെയ്യുന്ന 4 മൈനസ് ചെയ്തതാണ് ഏത്? ഈ ഫസ്റ്റ് നമ്പർ 1. അതായത് 5 - 4 ആണല്ലോ 1. അതാണ് 1. അതാണ് ഇവിടെയുള്ള റിലേഷൻ. ഇനി നമുക്ക് വേറൊരു മാസത്തിൻ്റെ അല്ലെങ്കിൽ ജനുവരി മാസത്തിൻ്റെ വേറെ ഡേറ്റ്സ്, 4 ഡേറ്റ്സ് നോക്കാം. ഞാനിവിടെ നെക്സ്റ്റ് 8, 9, 15, 16 ഈ 4 ഡേറ്റ്സ്, ഇതൊരു കലണ്ടറിലെ സ്ക്വയർ ആണല്ലേ, ഇതാണ് എടുത്തത്. ഇനി ഇതിൻ്റെ സമ്മ് കാണുക. 8 + 9 എത്രയാണ്? 17 ആണ്. ഇനി 15, 16 31 ആണ്. 17 + 31 48 ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ 4 കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സമ്മ് കിട്ടുന്ന തുക കിട്ടുന്ന 48 ആണ്. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ കിട്ടിയ സമ്മിനെ ഡിവൈഡ് ദ സം ബൈ 4, 4 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ 48 / 4 എത്രയാണ്? 12 ആണ് കിട്ടുന്നത് അല്ലേ. ഇനി ഈ കിട്ടിയ നമ്പർ, ഈ 12 കിട്ടിയല്ലോ, ഇത് ഏതുമായിട്ടുള്ള ബന്ധമാണ് കാണേണ്ടത്? ഈ ഫസ്റ്റ് നമ്പർ ഇപ്പോൾ 8 ആണ്. നേരത്തെ എടുത്ത സമയത്ത് 1 ആണ് ഉണ്ടായതല്ലേ. അപ്പോൾ ഈ 12ഉം 8ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് ഈ 12ന്ന് എത്ര മൈനസ് ചെയ്താലാണ് 8? ഹരിക്കുന്ന 4, അതായത് ഈ ഡിവൈഡ് ചെയ്യാൻ എടുത്ത 4 ഉണ്ടല്ലോ, ഈ 4 മൈനസ് ചെയ്താണ്, അതായത് 12 - 4 ആണ് ഈ ഫസ്റ്റ് നമ്പർ 8 അല്ലേ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത സമയത്തും ഇതേ റിലേഷൻ തന്നെയാണ് കിട്ടിയത്. അതായത് എന്താണ്? ഈ 4 നമ്പേഴ്സ്, ഈ 4 ഡേറ്റ്സ് കൂട്ടിയിട്ട് കിട്ടിയ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടിയ ആൻസർ അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത 4 തന്നെ മൈനസ് ചെയ്യുക. അപ്പോൾ ഏതായിരിക്കും? ഫസ്റ്റ് നമ്പർ, ഫസ്റ്റ് ഡേറ്റ്, ആദ്യത്തെ ഡേറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ 2 ചെയ്തല്ലോ, അതുപോലെ നിങ്ങൾ കലണ്ടറിലുള്ള ഇനിയും വരുന്ന സ്ക്വയേഴ്സ് എടുത്ത് ഇതുപോലെ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? ഇതിൻ്റെ 4 സമ്മ് കണ്ടിട്ട് അതിൽ നിന്ന് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടിയ ആൻസറിൽ നിന്ന് 4 മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എടുത്ത സ്ക്വയറിലേക്ക് ആദ്യത്തെ നമ്പർ ആയിരിക്കും. അതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം. ഓക്കെ.
ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് ഫോർ വാച്ചിങ്.